കണ്ണുകളും ഡൽഹിയിലേക്ക്. സർക്കാർ രൂപീകരണ ചർച്ചകൾ സജീവം. 4 മണിക്ക് NDA യോഗം ചേരാൻ ഇന്ത്യ സഖ്യ നേതാക്കളും ഡൽഹിയിലേക്ക്. രണ്ടാം മോദി സർക്കാർ രാജിവെച്ചു. പുതിയ സർക്കാർ 8-ന് സത്യപ്രതിജ്ഞ ചെയ്തേക്കും. NDAയ്ക്കൊപ്പമെന്ന് ചന്ദ്രബാബു നായിഡു. JDUവും BJPക്കൊപ്പം. പരാജയ കാരണങ്ങൾ പരിശോധിക്കാൻ LDF. പോരായ്മകൾ കണ്ടെത്തി പരിഹരിക്കുമെന്ന് മുഖ്യമന്ത്രി. അടിസ്ഥാന വോട്ടുകൾ നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് MV ഗോവിന്ദൻ. BJPയുടെ വളർച്ചയിൽ പരസ്പരം പഴിചാരി LDFും UDFും. വിജയശ്രീ ലാളിതനായി സുരേഷ് ഗോപി ശക്തന്റെ മണ്ണിലേക്ക്. അല്പസമയത്തിനകം റോഡ് ഷോ. നാളെ ഡൽഹിക്ക്. DCCക്കെതിരെ പടയൊരുക്കം. കെ മുരളീധരനെ അനുനയിപ്പിക്കാൻ നേതാക്കൾ. അദ്ദേഹത്തിന്റെ ബുദ്ധിമുട്ട് എന്ന് ചോദിച്ചറിയുമെന്ന് കെ സുധാകരൻ. മാറി നിൽക്കേണ്ട ആളല്ലെന്ന് ചെന്നിത്തല. നേരത്തെ മുന്നറിയിപ്പ് നൽകിയതല്ലേ എന്ന് പത്മജ. തെരഞ്ഞെടുപ്പിന് പിന്നാലെ സർക്കാർ രൂപീകരണ നീക്കങ്ങൾ സജീവമാക്കി മുന്നണികൾ. BJPക്ക് തനിച്ച് കേവല ഭൂരിപക്ഷമില്ലെങ്കിലും മോദി സർക്കാർ 3-ാം വട്ടവും അധികാരത്തിലെത്തുമെന്ന് BJP പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. 8-ാം തീയതി സത്യപ്രതിജ്ഞ നടത്താനാണ് BJPയുടെ ആലോചന. വൈകിട്ട് 4 മണിക്ക് NDA യോഗവും 6 മണിക്ക് ഇന്ത്യ മുന്നണിയുടെ യോഗവും ചേരും. ഇതിനായി നേതാക്കൾ ഡൽഹിയിലേക്ക് എത്തിത്തുടങ്ങി. ഭൂരിപക്ഷമില്ലെങ്കിലും സർക്കാർ രൂപീകരിക്കുമെന്ന കോൺഗ്രസ് നേതാക്കളുടെ അവകാശവാദത്തിൽ തുടർ നീക്കങ്ങളും ഇന്ന് പ്രതീക്ഷിക്കാം. BJPക്കൊപ്പമുള്ള ചില കക്ഷികളെ അടർത്തിയെടുക്കാൻ ചർച്ചകൾ നടക്കുന്നുവെന്നാണ് സൂചന. You want news always. I am also experienced. I have seen so many political changes in this country. We are in NDA. I am going for NDA meeting. In course of time, anything will report to you. Thank you. के खिलाफ वोट किया गया है, संविधान लोकतंत्र को बचाने के लिए वोट किया गया है, तो हमको लगता है कि अभी जनता जो है मालिक है और हम लोगों को अब जो बैठक है शाम में, उसके बाद देखते हैं क्या निर्णय होता है. എല്ലാ കണ്ണുകളും ഡൽഹിയിലേക്ക്. ഇനിയുള്ള മണിക്കൂറുകൾ അതീവ നിർണായകം. നാഷണൽ ഡെസ്കിൽ നിന്ന് കിരൺ ബാബു നമുക്കൊപ്പം ചേരുന്നു. കിരൺ, ചന്ദ്രബാബു നായിഡു NDAയിൽ ഉറച്ചു നിൽക്കുമോ? നിതീഷ് കുമാർ മറുകണ്ഠം ചാടുമോ? ചോദ്യങ്ങൾ പലതരത്തിൽ വരുമ്പോൾ ഇരുഭാഗത്തു നിന്നും അവകാശവാദങ്ങൾ വരുന്ന ഒരു സാഹചര്യം. അപ്പോഴും ആത്മവിശ്വാസത്തിൽ NDA ഘടകകക്ഷികളെ ചേർത്തുകൊണ്ട് സഖ്യ സർക്കാർ രൂപീകരണത്തിലേക്ക് BJP കടക്കുമെന്നും യോഗം വൈകുന്നേരം ചേരാനിരിക്കുന്ന ഒരു സാഹചര്യം ഒക്കെ നിൽക്കുമ്പോൾ ഏറ്റവും അവസാനത്തെ പൾസുകൾ ഏത് തരത്തിലാണ്? അപർണ, സ്വാഭാവികമായും ഇന്ത്യ മുന്നണി അങ്ങനെ ഒരു തോൽവി അംഗീകരിച്ചുകൊണ്ട് പ്രതിപക്ഷത്തേക്ക് ഇരിക്കാം, അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. ഇപ്പോഴും ഇന്ത്യ മുന്നണി ആഞ്ഞു പിടിച്ചാൽ ചിലപ്പോൾ NDA മുന്നണിയിൽ നിന്ന് ചിലരെയൊക്കെ അടർത്തിയെടുക്കാൻ കഴിയും എന്നൊരു പ്രതീക്ഷയുണ്ട്. പക്ഷേ അങ്ങനെ ഒരു പരസ്യമായ നീക്കത്തിലേക്ക് പോയാൽ അതിനുള്ള സാധ്യതകൾ കുറവായതുകൊണ്ട് തന്നെ അവർ അത്ര ഒരു പരസ്യ നീക്കം നടത്തുന്നില്ല. പക്ഷേ രഹസ്യമായി അത്തരം ചില നീക്കങ്ങൾ നടത്തുന്നുണ്ട് എന്ന് വേണം കരുതാൻ. ഇന്ത്യ മുന്നണിയുടെ ഭാഗത്തു നിന്ന് അത്തരം ചില നീക്കങ്ങൾ പ്രധാനമായും ഈ NDAയുടെ ഭാഗമായ 2 പ്രധാനപ്പെട്ട നേതാക്കൾ, JDUവിന്റെ നേതാവ് നിതീഷ് കുമാറും അതോടൊപ്പം തന്നെ ചന്ദ്രബാബു നായിഡു, TDP നേതാവ് ചന്ദ്രബാബു നായിഡുവും. ഈ 2 പേരെ സംബന്ധിച്ചും 2 പേരും മൂന്നാം മുന്നണിയുടെ നിതീഷ് കുമാർ ആണെങ്കിൽ 2 മുന്നണിയിലും മാറി മാറി പലതവണ ഇരുന്നിട്ടുള്ള ആളാണ്. അങ്ങനെ ഏതെങ്കിലും ഒരു കൃത്യമായ കാരണം ഒന്നും ചാടാൻ വേണ്ടി, മുന്നണി മാറാൻ വേണ്ടി അങ്ങനെ കൃത്യമായ കാരണമൊന്നും അദ്ദേഹത്തിന് പലപ്പോഴും വേണ്ടി വന്നില്ല. അദ്ദേഹം തന്നെ പല കാരണങ്ങൾ പറഞ്ഞ ഇങ്ങനെ മുന്നണി മാറിയിട്ടുള്ള ആളാണ്. ചന്ദ്രബാബു നായിഡുവിനെ സംബന്ധിച്ചായാലും അത്തരത്തിൽ പലതവണ മൂന്നാം മുന്നണിയുടെ ഭാഗമാകുകയും NDAയ്ക്കൊപ്പം പോവുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആളാണ്. അതുകൊണ്ട് ഈ 2 പേരുടെയും വിഷയത്തിൽ ഇന്ത്യ മുന്നണിയിലെ പ്രധാനപ്പെട്ട നേതാക്കൾ അവരുമായി ചില ആശയവിനിമയങ്ങളൊക്കെ രഹസ്യമായി നടത്തുന്നുണ്ട് എന്നുള്ളതാണ് പുറത്തു വരുന്ന സൂചനകൾ. ഈ നേതാക്കൾ ഈ അവസരം വളരെ കൃത്യമായി തന്നെ ഉപയോഗിക്കുന്നു എന്നുകൂടി വേണം കരുതാൻ. ഇവർ 2 പേരും തന്നെ ഇപ്പോൾ പരസ്യമായി ഏറെക്കുറെ നിതീഷ് കുമാർ പറഞ്ഞത് ഞങ്ങൾ സർക്കാർ രൂപീകരിക്കുമെന്ന് പറഞ്ഞു. ഞങ്ങൾ സർക്കാർ രൂപീകരിക്കുമെന്ന് പറഞ്ഞപ്പോൾ NDA രൂപീകരിക്കുമോ ഇല്ലയോ എന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല. പക്ഷേ ചന്ദ്രബാബു നായിഡു അങ്ങനെയല്ല. ചന്ദ്രബാബു നായിഡു NDA സർക്കാർ രൂപീകരിക്കുമെന്ന് തന്നെ വളരെ കൃത്യമായി പറയുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ
NDA പക്ഷത്ത് തന്നെ ഉറച്ചു നിൽക്കാനും അവിടെ നിന്ന് ഈ ബാർഗൈനിങ് പവർ ഉപയോഗിച്ചുകൊണ്ട് പരമാവധി സീറ്റുകൾ അല്ലെങ്കിൽ പരമാവധി ആനുകൂല്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയുള്ള പരിശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതാണെന്ന് മനസ്സിലാവുന്നത്. എന്തായാലും ഈ രണ്ടുപേർക്കും ബീഹാറിനായാലും ആന്ധ്രാപ്രദേശിനായാലും സ്പെഷ്യൽ സ്റ്റാറ്റസ് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം. അങ്ങനെയാണെങ്കിൽ സംസ്ഥാനത്തിന് ലഭിക്കുന്ന അധികമായ സാമ്പത്തിക വിഹിതം വളരെ വലുതാണ്. അവർക്ക് ആ സംസ്ഥാന സർക്കാരിന് അത്രത്തോളം സാമ്പത്തിക വിഹിതം ലഭിക്കും. ആ ആവശ്യം രണ്ടുപേരും അത് ശക്തമായി ഉന്നയിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ചന്ദ്രബാബു നായിഡു അത് ശക്തമായി തന്നെ ഉന്നയിക്കുന്നുണ്ട്. മറ്റൊന്ന് സുപ്രധാന വകുപ്പുകളിലെ മന്ത്രിസ്ഥാനമാണ്, ഇത് വേണം എന്നുള്ളത് ഉന്നയിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ സ്പീക്കർ സ്ഥാനത്തേക്കും അത് വളരെ തന്ത്രപൂർവമായ ഒരു നീക്കമാണ്. സ്പീക്കർ സ്ഥാനത്തേക്ക് വരുന്നത് BJP-യിൽ നിന്നല്ല, അത് JDU-ൽ നിന്നോ TDP-യിൽ നിന്നോ ഒരാളാണെങ്കിൽ സ്വാഭാവികമായും കൂറുമാറ്റമടക്കം BJP ചില നേതാക്കളൊക്കെ പലപ്പോഴും ഈ മുന്നണിയിലെ പല പ്രധാനപ്പെട്ട കക്ഷികളെ മുന്നണി അപ്പാടെ നേതൃത്വം ഉടക്കുന്ന സമയത്തൊക്കെ അവിടുത്തെ MLA-മാരായാലും MP-മാരായാലും അവരിൽ പകുതി വരെ കൂട്ടുപിടിച്ചുകൊണ്ട് പാർട്ടി പിളർത്തിയുമൊക്കെ എങ്ങനെയാണോ മഹാരാഷ്ട്രയിൽ ശിവസേനയും NCP-യെയും പിളർത്തിയത് ആ മട്ടിലുള്ള പ്രവർത്തനമൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ സ്പീക്കർ സ്ഥാനം സ്വന്തമായി കയ്യിലുണ്ടെങ്കിൽ ഇതിനെയൊക്കെ ഫലപ്രദമായി തടയാൻ കഴിയും, അല്ലെങ്കിൽ കൃത്യമായി അയോഗ്യരാക്കാൻ കഴിയും. അത് വളരെ നിർണായകം തന്നെയാണ്. ഇത്തരം ഒരു സാധ്യത മുന്നിൽ കണ്ടാണ്. അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തിന് ഒരു രാജ്യസഭയുടെ സ്പീക്കർ അല്ലെങ്കിൽ ലോക്സഭയുടെ സ്പീക്കർ സ്ഥാനം കിട്ടുന്നത് ഒരു വലിയ സ്ഥാനമൊന്നുമല്ല. അതിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു മന്ത്രിയെ പോലുള്ള അധികാരമോ അല്ലെങ്കിൽ സംസ്ഥാനത്തിന് എന്തെങ്കിലും അവരുടെ സ്വന്തം സംസ്ഥാനത്തിലെ ഏതെങ്കിലും വിഷയത്തിൽ വികസന പ്രവർത്തനത്തിന് സഹായിക്കാനോ ഒന്നും കഴിയുന്നതെന്നല്ല. ഒരു പദവി എന്നതിനപ്പുറത്തേക്ക് അങ്ങനെ ഒരു അധികാര സ്ഥാനം നേരിട്ടില്ല. പക്ഷേ ആ പദവി വളരെ നിർണായകമായി കാണുന്നതിനർത്ഥം BJP-യിൽ നിന്ന് അത്തരമൊരു നീക്കം ഉണ്ടാവും എന്നുള്ളൊരു ഭയം, അല്ലെങ്കിൽ അതിനെ ചെറുക്കുക എന്ന ലക്ഷ്യം കൂടിയുണ്ട്. ഇനി നിതീഷ് കുമാർ ആയാലും ചന്ദ്രബാബു നായിഡു ആയാലും രണ്ടുപേരും തന്ത്രജ്ഞന്മാരായ രാഷ്ട്രീയ നേതാക്കളാണ്. അവർ ഇന്ത്യ മുന്നണിയുടെ ഈ ക്ഷണം പൂർണ്ണമായി തള്ളിക്കളയാൻ നിന്നുകൊണ്ട് പരമാവധി ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന പരമാവധി നേട്ടങ്ങൾ NDA-യിൽ നിന്ന് നേടിയെടുക്കാൻ വേണ്ടിയുള്ള ശ്രമവും നടക്കുക. കിരൺ, പ്രധാനമായിട്ടും സർക്കാർ രൂപീകരണം എന്നത് തന്നെ പ്രധാനപ്പെട്ട അജണ്ട. അതിലേക്ക് ഏത് തരത്തിലുള്ള നീക്കങ്ങളും സ്വീകരിക്കുക എന്നുള്ള ഒരു സ്റ്റാൻഡിൽ BJP നിൽക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ആരാകും കിങ് മേക്കർ എന്നൊരു ചോദ്യം വരുന്നു. ചന്ദ്രബാബു നായിഡും നിതീഷ് കുമാർ ആണെങ്കിലും വലിയ രീതിയിലുള്ള വിലപേശലുകൾ നടക്കുന്ന ഒരു സമയം. ഈ നേരത്തെ പറഞ്ഞതുപോലെ കിരൺ തന്നെ പറഞ്ഞതുപോലെ ആ രീതിയിലുള്ള വകുപ്പുകൾ, ആ രീതിയിലുള്ള പദവികൾ ആവശ്യപ്പെടുന്ന ഒരു സമയത്ത് അതിലേക്ക് എത്രത്തോളം വഴങ്ങാൻ BJP തയ്യാറാകും? അത് ആ പാർട്ടിയുടെ ഒരു പോളിസിയുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു വിട്ടുകൊടുക്കലിന് BJP തയ്യാറാകുമോ? ആ വിലപേശൽ BJP ഇനിയും നടക്കാൻ പോകുന്ന യോഗത്തിൽ സ്വീകരിക്കുന്ന നിലപാട് എന്തായിരിക്കും? അതെല്ലാം നിർണായകമാവുകയാണ്. ആ ഒരു സ്റ്റാൻഡ് BJP ഏത് തരത്തിൽ എടുക്കാനായിരിക്കും സാധ്യത? അപർണ, കഴിഞ്ഞ 10 വർഷം കണ്ട BJP അല്ല ഇന്നലെ മുതൽ ഉള്ള BJP. ആ കഴിഞ്ഞ 10 വർഷവും BJP-ക്ക് സ്വന്തം നിലയിൽ ആധിപത്യം ഉണ്ടായിരുന്നു, സ്വന്തം നിലയിൽ തീരുമാനമെടുക്കാനുള്ള കഴിവുണ്ടായിരുന്നു, സ്വന്തം നിലയിൽ മറ്റേത് ഘടകകക്ഷി പിണങ്ങിപ്പോയാലും അവർക്ക് യാതൊരുവിധ പ്രശ്നങ്ങളുമില്ലാത്ത ഭൂരിപക്ഷം BJP-ക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നലത്തെ തെരഞ്ഞെടുപ്പ് അവസാനിച്ചതോടുകൂടി BJP-ക്ക് ആ അപ്രബാധിത്യം, എന്ത് തീരുമാനം സ്വയം എടുക്കാനും ഞങ്ങളുടെ കൂടെ നിൽക്കുന്നവർക്ക് വേണമെങ്കിൽ കൂടെ നിൽക്കാം, അനുസരിച്ച് കൂടെ നിൽക്കാം എന്നുള്ളൊരു തീരുമാനത്തിലെടുക്കാൻ കഴിയില്ല. ഘടകകക്ഷികളുടെ നിലപാട് നിർണായകമാണ്. ചന്ദ്രബാബു നായിഡുവിനെ ആയാലും നിതീഷ് കുമാറിനെ ആയാലും പിണക്കാൻ കഴിയില്ല. അവർ രണ്ടുപേരും BJP-ക്കൊപ്പം നിന്ന് അവിടെ വിജയിക്കാൻ കഴിഞ്ഞെങ്കിൽ രണ്ടുപേരും സ്വാഭാവികമായും കണക്കാക്കുന്നത് ഞങ്ങൾക്കൊപ്പം നിന്നതുകൊണ്ടാണ് BJP-ക്ക് അവിടെ ഈ നേട്ടമുണ്ടായത്, ഞങ്ങൾ മറുഭാഗത്തായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഈ നേട്ടം ഉണ്ടാകുമായിരുന്നില്ല എന്നതുകൂടി അവർ ഓർമ്മിപ്പിക്കും. സ്വാഭാവികമായും അവർ BJP-യെ പോലെ തന്നെ BJP-യിലെ ഇപ്പോഴത്തെ പ്രധാന നേതാക്കളൊക്കെ കളിക്കുന്നതിനേക്കാൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പടി കൂടി കൂടുതൽ ഇത്തരം രാഷ്ട്രീയ കളികൾ പല ഘട്ടത്തിലായി കളിച്ചിട്ടുള്ളവരും അതിലൊക്കെ വിജയിക്കുകയും പലപ്പോഴും പരാജയപ്പെടുകയും ഒക്കെ ചെയ്ത വലിയ അനുഭവ പരിചയമുള്ള ആളുകൾ തന്നെയാണ് ഈ ചന്ദ്രബാബു നായിഡു ആയാലും നിതീഷ് കുമാർ ആയാലും. ചന്ദ്രബാബു നായിഡു ഒക്കെ മൂന്നാം മുന്നണിയുടെ തുടക്കകാലത്ത് അതിൻ്റെ രൂപീകരണത്തിലൊക്കെ ഏറ്റവും നിർണായകമായ പങ്ക് വഹിച്ച ആളാണ്. അവിടെ നിന്ന് ഒറ്റച്ചാട്ടത്തിന് NDA-യിലേക്ക് പോയ ആളാണ്. വീണ്ടും തിരിച്ച് മൂന്നാം മുന്നണിയിലേക്ക് വരികയും അങ്ങനെ കാലാകാലങ്ങളിൽ ഏത് രാഷ്ട്രീയമാണോ അല്ലെങ്കിൽ ഏത് മുന്നണിയാണോ ഏത് സംവിധാനമാണോ പ്രയോജനപ്പെടുക അതിനെയൊക്കെ പ്രയോജനപ്പെടുത്തുകയും കനത്ത നേട്ടങ്ങൾ ഉണ്ടാക്കുകയും കനത്ത തിരിച്ചടികൾ നേരിടുകയും അതിനെ മറികടന്ന് വീണ്ടും ആന്ധ്രാപ്രദേശിൽ മടങ്ങി വരികയും ഒക്കെ ചെയ്ത ആളാണ് ചന്ദ്രബാബു നായിഡു. അതുകൊണ്ട് തന്നെ ചന്ദ്രബാബു നായിഡു ആയാലും നിതീഷ് കുമാർ ആയാലും BJP-ക്ക് കഴിഞ്ഞ തവണത്തെ പോലെ അവരുടെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഭൂരിപക്ഷം ഉപയോഗിച്ചുകൊണ്ട് അവരെ നിയന്ത്രിക്കാൻ കഴിയില്ല. എങ്ങനെയാണോ UPA സർക്കാരിൻ്റെയൊക്കെ കാലത്ത് കോൺഗ്രസിന് ഈ പാർട്ടികളെല്ലാം കൂട്ടിയോജിപ്പിക്കാൻ വേണ്ടി വിട്ടുവീഴ്ചയൊക്കെ ചെയ്യേണ്ടി വന്നത്, അല്ലെങ്കിൽ ഇവരെയൊക്കെ കൂട്ടിയോജിപ്പിക്കേണ്ടി വന്നത്, അത്തരം കാര്യങ്ങളിൽ അവർക്ക് വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും. ഇവർക്ക് ചില കാര്യങ്ങൾക്കൊക്കെ വഴങ്ങിക്കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് പൂർണ്ണമായും ഇവരെ തള്ളിക്കളഞ്ഞാൽ ഇവർക്ക് മറുകണ്ഠം ചാടുന്നതിന് യാതൊരു മടിയുമില്ല, അല്ലെങ്കിൽ മറുകണ്ഠം പോകുന്നതിന് അവരെ സംബന്ധിച്ച് അവരുടെ മുന്നിൽ യാതൊരു തടസ്സങ്ങളുമില്ല. അതുകൊണ്ട് തന്നെ ഇവരെ ഒപ്പം നിർത്തുക എന്നുള്ള വലിയ വെല്ലുവിളിക്ക് മുന്നിൽ കൂടിയാണ് BJP ഇപ്പം നിൽക്കുന്നത്. കിരൺ,
ചന്ദ്രബാബു നായിഡു, നിതീഷ് കുമാർ, നമുക്ക് രണ്ടായി തന്നെ വേർതിരിച്ചു നോക്കുകയാണെങ്കിൽ ഇന്ത്യ മുന്നണിക്കൊപ്പമല്ല താൻ NDAയ്ക്കൊപ്പം നിൽക്കുമെന്ന് ചന്ദ്രബാബു നായിഡു ആവർത്തിച്ചിരിക്കുന്ന ഒരു സാഹചര്യം, ഏറ്റവും പുറത്ത് വന്നിരിക്കുന്ന പരാമർശവും അത് തന്നെയാണ്. അതേസമയം നിതീഷ് തേജസ്വി യാദവിനൊപ്പം യാത്ര ചെയ്ത ചിത്രങ്ങളടക്കം തേജസ്വിയുടെ വലിയ ആത്മവിശ്വാസത്തോടെയുള്ള പരാമർശങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. കോൺഗ്രസ് നേതാക്കൾ കേരളത്തിൽ നിന്ന് KC വേണുഗോപാലും ഒപ്പം DK ശിവകുമാറും ഒക്കെ ഇവരുമായിട്ട് ചർച്ചകൾ നടക്കുന്നു എന്നുള്ള വാർത്തകളും വരുന്നു. അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇത് രണ്ടുപേരെയും ഒരുമിച്ച് പാളയത്തിൽ എത്തിക്കുക മാത്രമാണ് മുന്നിലുള്ള വഴി. പക്ഷേ ഇതിനകത്ത് ഒരു വിഭാഗം NDAയ്ക്കൊപ്പം ചന്ദ്രബാബു നായിഡു NDAയോട് പരസ്യമായി ഒരു അനുകൂല നിലപാട് വ്യക്തമാക്കിയ ഒരു സാഹചര്യത്തിൽ നിതീഷിന്റെ കാര്യത്തിൽ ഒരു ചാഞ്ചാട്ടമുണ്ടോ? അങ്ങനെ ഇന്ത്യ മുന്നണി പ്രതീക്ഷിക്കുന്നുണ്ടോ? അപർണ, നിതീഷിന്റെ വിഷയത്തിലായാലും ചന്ദ്രബാബു നായിഡുവിന്റെ കാര്യത്തിലായാലും അത്ര ഒരു ചാഞ്ചാട്ടത്തിനുള്ള സാധ്യത ഇന്ത്യ മുന്നണി പ്രധാനമായും ഉപയോഗിക്കാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് ആകെ ഒരു ഇപ്പോഴത്തെ നില പരിശോധിച്ച് കഴിഞ്ഞാൽ 3 തരത്തിലുള്ള സാധ്യതകളാണുള്ളത്. ഒന്ന്, ഇന്ത്യ മുന്നണി ആത്മാർത്ഥമായി തന്നെ ഞങ്ങൾ സർക്കാർ രൂപീകരിക്കാൻ ആഗ്രഹിക്കുകയും അതിനുവേണ്ടിയുള്ള തീവ്ര പരിശ്രമം നടത്തുകയും ചെയ്യുന്നു എന്ന് കരുതുക. രണ്ടാമത്തെ ഒരു സാധ്യത എന്ന് പറയുന്നത് അങ്ങനെ ഒരു പരിശ്രമം നടത്തുന്നില്ല എങ്കിലും ഞങ്ങൾ പരിശ്രമം നടത്തുന്നു, അപ്പുറത്തെ ഭാഗത്തേക്ക് ഒരു ചൂണ്ടയിടുക. ചൂണ്ടയിട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായും സുഗമമായ ഒരു സർക്കാർ രൂപീകരണത്തിന് BJP തടസ്സമുണ്ടാകും. ആ തടസ്സം സൃഷ്ടിക്കുക എന്നുള്ള ലക്ഷ്യത്തിലേക്ക് വരാം. മൂന്നാമത് ഇനി ഒരു ഘടകമെടുത്തു കഴിഞ്ഞാൽ ഈ ഇന്ത്യ മുന്നണിയിലേക്ക് ഞങ്ങൾ പോകും, ഇന്ത്യ മുന്നണി വിളിച്ചാലും ഇല്ലെങ്കിലും ഇന്ത്യ മുന്നണിയിലേക്ക് ഞങ്ങൾ പോകും എന്നത് കാട്ടിക്കൊണ്ട് ചന്ദ്രബാബു നായിഡു ആയാലും നിതീഷ് കുമാർ ആയാലും BJPയുമായി വിലപേശുക. ഇങ്ങനെയുള്ള 3 സാധ്യതകൾ, ചിലപ്പോൾ ഈ 3ഉം കൂടി ചേരുന്ന ചില സാധ്യതകൾ അടക്കം രാഷ്ട്രീയമാണ്, അതിനെ സംബന്ധിച്ച് ഒന്നും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അത്തരം കാര്യങ്ങളെല്ലാം തന്നെ സമർത്ഥമായി ഉപയോഗിക്കാനുള്ള സാധ്യതകൾ ഈ ഇന്ത്യ മുന്നണിയുടെ ഭാഗത്തു നിന്നാലും മറ്റ് ഈ 2 പ്രധാനപ്പെട്ട പാർട്ടികളുടെ ഭാഗത്തു നിന്നാലും ഉണ്ട്. ഇനി ഒരാൾ വരുന്നില്ല. ചന്ദ്രബാബു നായിഡുവിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു വലിയ തകർച്ചയിൽ നിന്നാണ് YSRCP എന്ന അവിടെ ഒറ്റയ്ക്ക് ഭരിച്ചുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ അവിടുത്തെ ആന്ധ്രയുടെ സമ്പൂർണ്ണ ആധിപത്യം ഉണ്ടായിരുന്ന ഒരു പാർട്ടിയെ അവിടെ തകർക്കാൻ സഹായിച്ചത് BJPയാണ്. ചന്ദ്രബാബു നായിഡുവിനെതിരെയുള്ള നിരവധി കേസുകൾ, അഴിമതി കേസുകളും ഒക്കെ ഉണ്ടായിരുന്നു. അതിലടക്കം അദ്ദേഹത്തിനെതിരെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്ന അവസ്ഥയും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അവിടെ BJPയുമായി ഒന്നുകിൽ അദ്ദേഹത്തിന് ഒരു ധാരണ ഉണ്ടാക്കേണ്ടി വന്നു, അല്ലെങ്കിൽ ആ ഒരു ധാരണ എന്തായാലും അവസാനം ഗുണപ്പെട്ടു. അത് ചന്ദ്രബാബു നായിഡു തന്നെയാണ് ഏറ്റവും വലിയ നേട്ടം ഉണ്ടാക്കിയത്. നായിഡുവിനെ സംബന്ധിച്ചിടത്തോളം ഇനി BJPയിൽ നിന്ന് തൽക്കാലം പോകാനുള്ള സാധ്യത അങ്ങനെ ആലോചിച്ചാൽ അത് കുറവാണ്. ഇനി അതല്ല, ഈ ഇന്ത്യ മുന്നണിയിലേക്ക് പോയി കഴിഞ്ഞാൽ കേന്ദ്രത്തിൽ ഇവിടെ ഭരണം ഉറപ്പിക്കുകയും ചെയ്യാം. കേന്ദ്രത്തിൽ സ്വാഭാവികമായും ചില മന്ത്രിസ്ഥാനം കൊണ്ട് കിട്ടിയാൽ കൂടുതൽ സംസ്ഥാനത്തിന് വേണ്ടി കൂടുതൽ ആനുകൂല്യങ്ങൾ നേടിയെടുക്കാനൊക്കെ കഴിയും. അങ്ങനെ ഒരു മറിച്ചൊരു ചിന്ത ഉണ്ടാവാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാവില്ല. നിതീഷ് കുമാറിനെ സംബന്ധിച്ചാണെങ്കിൽ അവിടെ പ്രധാനപ്പെട്ട വിഷയം, നിതീഷ് കുമാറിന് BJP പിന്തുണ പിൻവലിച്ചാൽ RJDയും കോൺഗ്രസും പിന്തുണ കൊടുക്കുകയും അവിടെ RJDയും കോൺഗ്രസിന്റെ പിന്തുണയോടുകൂടി നിതീഷിനെ വീണ്ടും മുഖ്യമന്ത്രിയാവുകയും വേണം. അപ്പോൾ നിതീഷ് കുമാറിന് മാറിയിട്ട് മറ്റൊരാളെ മുഖ്യമന്ത്രി JDUവിന്റെ മറ്റൊരാളെ മുഖ്യമന്ത്രിയാക്കുകയും നിതീഷ് കുമാറിന് അല്ലെങ്കിൽ ഉപപ്രധാനമന്ത്രി സ്ഥാനമോ അല്ലെങ്കിൽ ഇനി പ്രധാനമന്ത്രി സ്ഥാനം അങ്ങനെ ആലോചിച്ചാൽ അങ്ങനെയൊക്കെ സ്ഥാനം നൽകണോ എന്നുള്ള ആ ഒരു ഓഫറൊക്കെ മുന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ നിതീഷിനെ സംബന്ധിച്ചിടത്തോളം നിതീഷ് അങ്ങനെ അത് സേഫാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ, ഇപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ അത് സേഫാണ്. ഇതുവരെയുള്ള നിതീഷിന് എല്ലാ ചാട്ടം നോക്കിയാലും അറിയാം, നിതീഷ് ഒരിടത്തുനിന്ന് ചാടി മറുമുന്നണിയിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ സേഫ് ആയെന്ന് ഉറപ്പിക്കും. അങ്ങനെ സേഫ് ആണെന്ന് ഉറപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ഈ നിതീഷ് ചാടില്ല എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. റൈറ്റ്. അതോടൊപ്പം തന്നെ കിരൺ, ഇനിയിപ്പോൾ NDAയുടെ ആത്മവിശ്വാസം കണക്കിലെടുത്തുകൊണ്ട് ഒരു സർക്കാർ രൂപീകരണ ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ് എന്നൊരു വിശകലനങ്ങളിലേക്ക് വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും BJPയുടെ മുന്നിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അജണ്ട മാറ്റം ഉണ്ടാകുമോ? ഇപ്പോൾ ഹിന്ദി ഹൃദയഭൂമിയിലുണ്ടായ തിരിച്ചടി, മോദി പ്രഭാവം മങ്ങിയെന്നുള്ള ഒരു തിരിച്ചറിവ്, സ്വാഭാവികമായിട്ടും ഈ അധികാരം വരുമ്പോൾ തന്നെ അതിലെ ഒരു ഹൈറാർക്കി മാറാനുള്ള സാധ്യത ഏതെങ്കിലും ഘട്ടത്തിൽ എവിടെയെങ്കിലും പ്രവചിക്കപ്പെടുന്നുണ്ടോ? അപർണ, 2 കാര്യങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം BJPയെ സംബന്ധിച്ച് വ്യക്തമാക്കുന്നത്. ഒന്ന്, മോദി തരംഗം എന്നത് രാജ്യത്ത് എവിടെയും ഉണ്ടായിട്ടില്ല. 2, മോദി ഗ്യാരണ്ടി എന്ന് പറയുന്ന അജണ്ട രാജ്യത്ത് വർക്ക് ചെയ്തിട്ടില്ല. BJPക്ക് ഇപ്പോൾ ഘടകകക്ഷികളുടെ സഹായത്തോടുകൂടി NDAയിലെ കക്ഷികളുടെ സഹായത്തോടുകൂടി അനായാസം ഭരിക്കാൻ കഴിയുന്ന ഈ 292 എന്ന് പറയുന്ന മാന്യമായ ഒരു ഭൂരിപക്ഷമുണ്ട്. അവിടെ ഭരണം സാധ്യമാകും. പക്ഷെ അവിടെ കഴിയാത്ത ഒരു കാര്യം, BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ല എന്നതാണ്. ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ലെങ്കിൽ BJPക്ക് ഇപ്പോൾ അയോധ്യയിലെ രാമക്ഷേത്രം നിർമ്മിച്ചതും കശ്മീരിന്റെ 300 പ്രത്യേക പദവി മാറ്റിയതുമൊക്കെ അങ്ങനെയുള്ള വിഷയങ്ങളിൽ സ്വാഭാവിക, ഇപ്പോൾ CAA നടപ്പാക്കുന്ന വിഷയത്തിൽ നിതീഷ് കുമാർ ഉണ്ടെങ്കിൽ നിതീഷ് കുമാറിനെ ഒപ്പം നിർത്തിക്കൊണ്ട് CAA നടപ്പാക്കുക എന്ന് പറയുന്നത് അസാധ്യമാണ്. അദ്ദേഹം മറിച്ചൊരു സ്റ്റാൻഡ് എടുക്കും, ഞങ്ങൾ ഇത് പറ്റില്ല എന്നുള്ള സ്റ്റാൻഡ് എടുക്കും. അങ്ങനെ സ്റ്റാൻഡ് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ മറുകണ്ഠം ചാടാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അതുകൊണ്ട് അത്തരം വിഷയങ്ങളിൽ BJP ഇനിയിപ്പോൾ മറ്റൊരു കാര്യം പറഞ്ഞാൽ BJPയെ സംബന്ധിച്ച് ഒരു വിശാലമായ സംഘപരിവാർ അജണ്ട എന്നൊക്കെ പറയുന്നത് പോലെ ഇന്ത്യൻ ഭരണഘടനയിൽ ചില ഭേദഗതികൾ എന്നതിനപ്പുറത്തേക്ക്
പ്രധാനപ്പെട്ട ഇത്തരം അല്ലെങ്കിൽ വോട്ടാവുന്ന പ്രധാനപ്പെട്ട അജണ്ടകളൊക്കെ അവർ ഏറെക്കുറെ നടപ്പാക്കി എന്ന് വേണം കരുതാൻ. അതുകൊണ്ട് അത്തരം വിഷയങ്ങൾ കാര്യമായി ഉയരുന്നില്ല. BJPക്ക് അങ്ങനെ ഒരു ഭൂരിപക്ഷം ഉണ്ടാവുകയും ഇങ്ങനെ ഒരു ഭരണം ലഭിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായും കൂടുതൽ ആനുകൂല്യങ്ങൾ കേന്ദ്രത്തിൽ നിന്ന് വാങ്ങിയെടുക്കാൻ നിതീഷ് കുമാറിനും കഴിയും, അതോടൊപ്പം തന്നെ ചന്ദ്രബാബു നായിഡുവിനും കഴിയും. അവർ രണ്ടുപേർക്കും സംസ്ഥാന ഭരണം കൂടുതൽ സുഗമമായി കൊണ്ടുപോകാനും കഴിയും. അതുകൊണ്ട് അവർ റിസ്ക് എടുക്കാനുള്ള സാധ്യത സ്വാഭാവികമായും കുറവാണ്. അല്ലെങ്കിൽ റിസ്ക് എടുക്കാനുള്ള അതിനപ്പുറത്തേക്കുള്ള നേട്ടങ്ങൾ അവർക്ക് വാഗ്ദാനം ചെയ്യപ്പെടുകയോ ഉണ്ടാകുമെന്ന് അവർക്ക് ബോധ്യപ്പെടുകയോ ഒക്കെ വേണം. BJPയെ സംബന്ധിച്ച് എന്തായാലും ഇവരെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് മാത്രമേ സുപ്രധാന വിഷയങ്ങളിൽ ഇനി തീരുമാനമെടുക്കാൻ കഴിയൂ. അതോടൊപ്പം തന്നെ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് BJP കടക്കുമ്പോഴും ദക്ഷിണേന്ത്യയിൽ BJP ഉണ്ടാക്കിയ നേട്ടം, നേരത്തെ തന്നെ ദക്ഷിണേന്ത്യയിലെ 129 സീറ്റുകൾ നോക്കി കണ്ടുകൊണ്ട് നടത്തിയ പ്രചാരണം, അതിൽ BJP കടന്ന ആ ഒരു നേട്ടമുണ്ട്. അത് ദക്ഷിണേന്ത്യയെ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ ഇനി വരുന്ന തെരഞ്ഞെടുപ്പുകൾ, കേരളത്തിലടക്കമുള്ള വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുകളടക്കം കൂടുതൽ കൃത്യമായി പ്രചാരണം നടത്താൻ, കൂടുതൽ ആഴത്തിൽ വേരോട്ടം ഉണ്ടാക്കാൻ, ആ തരത്തിലുള്ള ഒരു പ്രവർത്തന ശൈലിയിലേക്ക് കടക്കാൻ കൂടി BJP ഒരു തീരുമാനമെടുക്കുകയില്ലേ? ആ തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ ദക്ഷിണേന്ത്യയിലേക്ക് വ്യാപിപ്പിക്കാനുള്ള ഒരു സാധ്യത അത് ഏത് തരത്തിൽ കൂടിയായിരിക്കും കേന്ദ്ര നേതൃത്വം ആലോചിക്കുക? പ്രധാനമായും ഈ തെരഞ്ഞെടുപ്പിന്റെ തുടക്കത്തിൽ തന്നെ നമുക്ക് ഇപ്പോൾ വിലയിരുത്തിയാൽ കൃത്യമായും കുറെ കൂടി വ്യക്തമായും ബോധ്യമാവുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ഉത്തരേന്ത്യയിൽ ഒരു വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നത് നരേന്ദ്രമോദിയും അമിത്ഷായും ഒക്കെ തിരിച്ചറിഞ്ഞിരുന്നു എന്ന് വേണം കരുതാൻ. അതുകൊണ്ട് തന്നെയാണ് ഇതുവരെ കടന്നു കയറാൻ പ്രയാസമുള്ള സംസ്ഥാനങ്ങളിലേക്ക്, ദക്ഷിണേന്ത്യയിലേക്ക് തുടർച്ചയായി നരേന്ദ്രമോദി വരികയും ഈ ദക്ഷിണേന്ത്യയിൽ നിന്ന് പരമാവധി സീറ്റുകൾ നേടാൻ വേണ്ടിയുള്ള വലിയ പരിശ്രമം നടത്തുകയും ഒക്കെ ചെയ്തത്. ബംഗാളും അങ്ങനെയാണ് കണ്ടത്. അവിടെ തമിഴ്നാട്ടിലും ബംഗാളിലുമൊക്കെ ഇടിച്ചു കയറാൻ കഴിയുമെന്നൊരു വലിയ പ്രതീക്ഷ BJPക്ക് ഉണ്ടായിരുന്നു. BJP അത്തരത്തിലുള്ള വലിയ പരീക്ഷണങ്ങളൊക്കെയാണ് ബംഗാളിലായാലും തമിഴ്നാട്ടിലായാലും ഒക്കെ നടത്തിയത്. കേരളത്തെ സംബന്ധിച്ച് അവർക്ക് അക്കൗണ്ട് തുറക്കുക എന്നതിനപ്പുറത്തേക്ക് വലിയൊരു നേട്ടം ഉണ്ടാക്കാൻ കഴിയില്ലെന്ന് അവർക്ക് ആ ഒരു ബോധ്യമുണ്ട്. പക്ഷേ അങ്ങനെയല്ല. തമിഴ്നാടിനെ സംബന്ധിച്ചായാലും ബംഗാളിനെ സംബന്ധിച്ചായാലും അവിടെ കൃത്യമായി പ്രവർത്തിച്ചാൽ, അവിടെ ഒരു ഹിന്ദുത്വ അജണ്ട വർക്ക് ചെയ്താൽ, ഒരു ഹിന്ദുത്വ വികാരത്തിലേക്ക് അവിടുത്തെ ജാതി സമവാക്യങ്ങൾക്ക് അപ്പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞാൽ അവിടെ ഹിന്ദുത്വ വികാരം ഇളക്കിക്കൊണ്ട് ഒരു വലിയ നേട്ടമുണ്ടാക്കാമെന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ ദക്ഷിണേന്ത്യയിലെ തമിഴ്നാട് അതിനെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞ് BJPയെ നിലംപരിശാക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ്. ഇങ്ങനെ ഒരു പരാജയം ഉണ്ടാകുമെന്ന് ഒരുപക്ഷെ BJP പോലും തമിഴ്നാട്ടിൽ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. അവർ 10 സീറ്റ് 15 സീറ്റ് എന്നൊക്കെ പറയുമ്പോഴും 4-5 സീറ്റെങ്കിലും കിട്ടും എന്ന് വിശ്വസിച്ചിരുന്നൊരു സ്ഥലമാണ്. അവിടെയാണ് അവരെ സ്റ്റാലിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണി നിലംപരിശാക്കി വിട്ടത്. ആകെ ദക്ഷിണേന്ത്യയിൽ അവർക്ക് ഒരു നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞത് ഒന്ന് കർണാടകയിൽ കോൺഗ്രസ് ഭരിക്കുമ്പോഴും ആ ഭരണത്തിനെതിരെ വികാരമില്ലാത്തപ്പോഴും കർണാടകയിൽ ഒരു പരിധിവരെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞു. 20 സീറ്റ് എന്നൊക്കെ പറയുമ്പോൾ 28 സീറ്റുകൾ അത് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ നേട്ടം തന്നെയാണ് BJPയെ സംബന്ധിച്ച്. മറ്റൊരു തന്ത്രപരമായ നീക്കത്തിലൂടെ നേടിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേട്ടം അത് ആന്ധ്രാപ്രദേശിലാണ്. ആന്ധ്രാപ്രദേശിൽ TDPയുമായി ഉണ്ടാക്കിയ സഖ്യം NDAക്ക് വലിയ നേട്ടമാണ്. BJPയേക്കാളേറെ വലിയ നേട്ടമാണ് ഉണ്ടാക്കിയത്. അതോടൊപ്പം തന്നെ തെലങ്കാനയാണ്. തെലങ്കാനയിൽ കഴിഞ്ഞ തവണ 4 സീറ്റ് മാത്രമായിരുന്നെങ്കിൽ അത് TRS തകർന്നപ്പോൾ ആ TRSന്റെ ഒരു ഭാഗത്തെ വോട്ടെങ്കിലും സ്വന്തം പോക്കറ്റിലേക്ക് എത്തിച്ചുകൊണ്ട് അത് 8 സീറ്റാക്കി ഉയർത്താൻ കഴിഞ്ഞതും BJPയെ സംബന്ധിച്ച് നേട്ടം തന്നെയാണ്. അത് ഈ ദീർഘകാലമായി അവർ നടപ്പാക്കിയ, ശ്രദ്ധിച്ച് നടപ്പാക്കിക്കൊണ്ടിരുന്ന അല്ലെങ്കിൽ ആ തുടർച്ചയായ പരിശ്രമത്തിന്റെ കൂടി ഫലമാണ് ദക്ഷിണേന്ത്യയിൽ ഈ തരത്തിൽ അവർക്ക് ഒരു നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞത്. റൈറ്റ്. ഇനി ഒറ്റ കാര്യം കൂടി കിരൺ, അതായത് ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ട് ഏറ്റവും വലിയ വിജയത്തിലേക്ക് എത്താൻ കഴിഞ്ഞില്ലെങ്കിലും ഉണ്ടായിട്ടുള്ള ആ വിജയം അത് അധികാരം കിട്ടുന്നില്ലെങ്കിൽ പോലും, സർക്കാർ രൂപീകരണത്തിനുള്ള ഒരു സാധ്യത ഇല്ലെങ്കിൽ പോലും വളരെ വലിയ വിജയമായിട്ട് കണക്കാക്കുന്ന ഒരു സാഹചര്യം, ശക്തമായ ഒരു പ്രതിപക്ഷമായിട്ട് തുടരുക, അങ്ങനെ ഒരു ഓപ്ഷനിലേക്ക് കടക്കുകയാണെങ്കിൽ അതിൽ ഏത് തരത്തിലായിരിക്കും, അതിൻ്റെ അമരക്കാരായിരിക്കും, ആ തരത്തിലുള്ള ചർച്ചകളും ഒരു പക്ഷേ ഇന്ത്യ മുന്നണിയിൽ ഇനി അവസാന ഘട്ടത്തിലായിരിക്കും അങ്ങനെ ഒരു ഘട്ടത്തിലേക്ക് പോകുക. അതിലെന്തെങ്കിലും ഒരു പക്ഷേ ഇതുവരെയുള്ള പാറ്റേണിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇനി എന്തെങ്കിലും പ്രവചിക്കേണ്ടതായിട്ടുണ്ടോ, വിശകലനം ചെയ്യേണ്ടതായിട്ടുണ്ടോ? കൂടുതൽ ഈ സമാജ്വാദി പാർട്ടി അടക്കമുള്ളവയ്ക്ക് കൂടുതൽ പ്രാമുഖ്യം വരുന്ന തരത്തിലുള്ള ഒരു മാറ്റത്തിലേക്കൊക്കെ വരാനുള്ള സാധ്യതയുണ്ടോ? അപർണ, എന്തായാലും ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് നിലവിൽ ഈ സർക്കാർ രൂപീകരണത്തിലുള്ള സാധ്യതകൾ ആരായുക എന്ന് തന്നെയാണ് അവരുടെ പ്രഥമ പരിഗണന. അല്ലെങ്കിൽ അനായാസം BJP സർക്കാർ രൂപീകരിക്കുന്നതിന് ചില തടസ്സങ്ങളെങ്കിലും ഉണ്ടാക്കുക, അവിടെ കൺഫ്യൂഷൻ ഉണ്ടാക്കുക, അതിനുള്ള ശ്രമമാവും. അത് കഴിഞ്ഞിട്ടാവും പ്രതിപക്ഷം എന്നുള്ളത്. പ്രതിപക്ഷത്തെ സംബന്ധിച്ചിരിക്കുന്നതിന് ഈ പറയുന്നത് പോലെ അവിടെ വലിയ സ്ഥാനങ്ങളൊന്നുമില്ല. പ്രതിപക്ഷ നേതാവ് എന്നൊരു സ്ഥാനം മാത്രമാണുള്ളത്. അത് സ്വാഭാവികമായും 99 സീറ്റുള്ള കോൺഗ്രസിനാണ്. കോൺഗ്രസ് ഇനി അതല്ലെങ്കിൽ മറ്റേതെങ്കിലും പാർട്ടിക്ക് കൊടുത്താൽ അത് ആർക്ക് കൊടുക്കണമെന്നുള്ള, സമാജ്വാദി പാർട്ടി അല്ലാതെ മറ്റൊരു പാർട്ടിയും ആ തരത്തിലേക്ക് ഉള്ളതില്ല. അവർ അങ്ങനെയുള്ള തീരുമാനങ്ങളൊക്കെ അത്
സാധാരണഗതിയിൽ ഉണ്ടാവാൻ പ്രയാസമുള്ള ഒരു തീരുമാനമാണ്. ഭരണം വരുമ്പോൾ അതിൽ ഉണ്ടാകാവുന്ന തർക്കങ്ങൾ പോലെ അല്ലെങ്കിൽ അവകാശവാദങ്ങൾ പോലെ പ്രതിപക്ഷ നിരയിൽ അങ്ങനെ ഉണ്ടാകാനുള്ള സാധ്യതയില്ല. കാരണം പ്രതിപക്ഷ നേതാവ് എന്നുള്ളൊരു സ്ഥാനം മാത്രമാണുള്ളത്. അതിൽ ആർക്ക് വേണമെന്നുള്ളത് പ്രധാനമായും കോൺഗ്രസിന് തന്നെ വരാൻ തന്നെയാണ് സാധ്യത. ഇനി മറിച്ചൊരു തീരുമാനം കോൺഗ്രസും എല്ലാവരുടെ ചേർന്ന് മറ്റൊരാളെ നേതാവായി തീരുമാനിച്ച് അവതരിപ്പിക്കണമെന്നുള്ളതൊക്കെ. എന്നാൽ തൽക്കാലം ആ വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടിയുള്ള ഘട്ടത്തിലേക്ക് ഇപ്പോൾ എത്തിയിട്ടില്ല. ദേശീയ രാഷ്ട്രീയം ഏത് തരത്തിൽ വിശകലനങ്ങൾ നൽകിയതാണ് ആർ കിരൺ ബാബു വിശദമായിട്ട്. തെരഞ്ഞെടുപ്പ് ഫലം മോദി സർക്കാരിന് എതിരാണെന്ന് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ പ്രതികരണം. ജനാധിപത്യത്തിന് അനുകൂലമായാണ് ജനം വിധി എഴുതിയത്. ജനങ്ങൾക്ക് NDAയിൽ വിശ്വാസമില്ലെന്നും യെച്ചൂരി പറഞ്ഞു. ये एक बहुत भारी पिछले को धक्का है भाजपा को और खासतौर से मोदी जी को, कि जो इतना घमंड से कहे जा रहे थे कि अब की बार 400 पार, और उनको अपनी बहुमत भी नहीं मिली जो 2014 में और 2019 में उनके पास था, वो भी आज हासिल नहीं कर पाए. तो उनके लिए एक बहुत बड़ा सेटबैक है. और दूसरी ओर से ये एक बहुत बड़ी उपलब्धि है कि लोग, देश के लोग और वोटर खास तौर से अपने देश के संविधान, देश के अंदर जनतंत्र और लोगों की जनवादी अधिकार और रोज़मर्रा ज़िंदगी की समस्याओं को हल करने के लिए वो ये वोट डाला. और इसका अब कदर करनी चाहिए सरकार जब बनेगी. ये बहुत बड़ी उपलब्धि है आज इस चुनाव का. भाई मैंडेट का मिला सरकार को, कोएलिशन मिली है, बीजेपी को मैंडेट नहीं मिला ना, तो मैंडेट मिला है NDA को, तो गठबंधन की सरकार चलेगी. अभी तक जो वो 62 में जो था वो जो है एक सिंगल पार्टी की सरकार थी. अब ये कोएलिशन है. अब ये तो खैर इनकी आदत है, मतलब तोड़ मरोड़ के पेश करना, लेकिन ये बात ठीक है, उनके NDA की जीत हुई. लेकिन उसलिए हम कह रहे हैं सेटबैक है बीजेपी को और खासतौर से मोदी जी को, कि जो वो आंकड़े लेकर वो चले थे इस चुनाव में और जिस घमंड के साथ कह रहे थे कि ये हासिल होगा, वो नहीं हो पाया. BJP സർക്കാരിന് ലഭിച്ചത് പരാജയം പോലെ തോന്നുന്ന വിജയമാണെന്ന് ശശി തരൂരിന്റെ പ്രതികരണം. കോൺഗ്രസിന്റേത് വിജയം പോലെ തോന്നാവുന്ന പരാജയമാണെന്നും ശശി തരൂർ പറഞ്ഞു. BJPക്ക് ഒരിക്കലും അവരുടെ കാൽക്കുലേഷൻ ഉണ്ടായിട്ടില്ല അവർക്ക് ഇത്ര വലിയൊരു വീഴ്ചയുണ്ടാകും. 303 അവർ വീണിരിക്കുന്നത് 241 2 അത് വലിയൊരു വീഴ്ചയാണ്. അപ്പോൾ അവർക്ക് ഇനി അത്ര എളുപ്പത്തിൽ ഘടകകക്ഷിയില്ലാണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. കൂടുതൽ വാർത്തകളിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം. ാണ് പൊതുചിത്രം. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്കൊരു സീറ്റ് കിട്ടി, അപ്പുറം പറഞ്ഞതുപോലെ 19 സീറ്റ് കിട്ടി. അവർക്ക് ഇപ്പുറം 18 കിട്ടിയുള്ളൂ, ഒന്ന് കുറേ ചെയ്തത്. ശബരിമലയൊക്കെ ഉണ്ടായിരുന്നു. അല്ല, രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ട് മാത്രമൊന്നുമല്ല, അഖിലേന്ത്യാ അടിസ്ഥാനത്തിലുള്ള ഇന്ത്യ മുന്നണി അതിന്റെ ഭാഗമായിട്ടാണല്ലോ ഞങ്ങളെല്ലാം ഉള്ളത്. അപ്പോൾ നിങ്ങൾ പലപ്പോഴും ചോദിച്ച ഒരു പ്രശ്നങ്ങളുണ്ട്, ആ പ്രശ്നമെല്ലാം ഞങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ടാവും. ഞങ്ങളെ എന്ന് പറഞ്ഞാൽ ജനങ്ങളാ. അപ്പോൾ ജനങ്ങളെ എന്തൊക്കെയാണ് സ്വാധീനിച്ചത് എന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ച് നിങ്ങളോട് പറയാനുള്ള അങ്ങോട്ട് പറയാം. അതിനൊന്നിച്ചാണ്ടാകുക എന്നുള്ളൊരു ധാരണയുണ്ട്. അപ്പോൾ അങ്ങനെ നൽകുമ്പോൾ എങ്ങനെയാണ് വോട്ടുകാർക്ക് കൊടുക്കേണ്ടതെന്നൊക്കെ ചിന്തിച്ച് അവര് നിലപാട് സ്വീകരിച്ചിട്ടുണ്ടാവാം. അതാണ് കാര്യം. ഒരു സംശയമില്ല, ഞങ്ങൾ തിരുത്തിയും ആവശ്യമായ രീതിയിലുള്ള നിലപാട് സ്വീകരിച്ചു പോവുകയും ചെയ്യുമെന്ന് പറയുന്നതിന്റെ അർത്ഥം അതാണ്. നല്ലതുപോലെ ഞങ്ങളിത് പരിശോധിക്കും, ആവശ്യമായ തിരുത്തലുകൾ വരുത്തും. ശാക്തി ഒന്നും സംഭവിച്ചില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ല, അതല്ലേ പറഞ്ഞേ. പക്ഷേ CPIക്ക് കടുത്ത വിമർശനമുണ്ട്. രാജ്യസഭാ സീറ്റിൽ അടക്കം അവർക്ക് സീറ്റ് വേണമെന്ന് ആവശ്യപ്പെട്ട് മുന്നോട്ട്. അല്ല, അത് ചർച്ച ചെയ്തില്ല. അത് ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ BJP വോട്ടുകളിൽ വർധനമുണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇത് അത്ര വലിയ വർധനമൊന്നും ഉണ്ടായില്ല. 17% വോട്ടാണ് അവർക്ക് കിട്ടിയത്. അത് വലിയ വർധനമൊന്നുമല്ല. 18% വരെ വോട്ട് അവർ കിട്ടിയിട്ടുണ്ടായിരുന്നു പല സ്ഥലത്തും. ഇപ്പൊ BJPയുടെ കാര്യത്തിൽ കേരളത്തിലെ രാഷ്ട്രീയ കുറച്ചുകൂടെ ഗൗരവത്തോടെ കാണുകയും പരിശോധിക്കുകയും ചെയ്യേണ്ടത് പരിശോധിക്കാം. നമുക്ക് പരിശോധിക്കാം. നിങ്ങളുടെ നിർദ്ദേശമൊന്നും ഞങ്ങൾ തള്ളിക്കളയുന്നില്ല. BJPയുടെ ചില മണ്ഡലങ്ങളിലെങ്കിലും നല്ലതുപോലെ മുന്നോട്ടേക്ക് വന്നിട്ടുള്ള കാര്യം ഉൾപ്പെടെ വെച്ച് നല്ലതുപോലെ പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കും. ഇവിടെ പുനഃസംഘടന ഈ പദങ്ങളൊക്കെ ഉപയോഗിച്ച് വെറുതെ വേണ്ടാത്ത സങ്കീർണത ഉണ്ടാക്കണ്ട. ആവശ്യമുള്ള കാര്യം നമുക്ക് ചെയ്യാം കേട്ടാ. ആവശ്യമുള്ള കാര്യം ചെയ്യാം. വേണ്ടാതെ ഒരു സങ്കീർണത
കേൾക്കുന്ന ആൾ വിചാരിക്കാം എന്തോ ഭയങ്കരമായ സംഭവം വരാമൊന്നുമില്ല. വടകര വലിയ മത്സരം നടന്ന സ്ഥലമാണ്. അവിടെ ഒരു കനത്ത തോൽവിയാണ്. അവിടെ ശരിക്കും അവർ വർഗീയതയും അതുപോലെ തന്നെ അശ്ലീലവും ഉപയോഗിച്ചിട്ടുണ്ട്. അത് ജനങ്ങൾക്ക് പൂർണ്ണമായിട്ട് തിരിച്ചറിഞ്ഞിട്ടില്ല. ഇനി സ്വാഭാവികമായിട്ടും ഇനി നടക്കുന്ന പ്രവർത്തനങ്ങളിലൂടെ മതസൗഹാർദ്ദം നിലനിർത്താൻ ആവശ്യമായ ഒരു സജീവ ഇടപെടലാണ് ഇപ്പോഴവിടെ പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞതിന്റെ പേര് അങ്ങനെ അത്ര പെട്ടെന്ന് അവസാനിപ്പിക്കണ്ട, കണക്കൂട്ടി നോക്കും. ഞാൻ ഈ പറഞ്ഞ കണക്കനുസരിച്ചിട്ട് ആരെ വോട്ടാണ് BJPയെ ജയിപ്പിച്ചത്, നിയമത്തെ അതേ സിസ്റ്റം. അതുകൊണ്ട് ഞാൻ കണക്ക് കൂട്ടിയത് ഞങ്ങൾ പറഞ്ഞത് വളരെ കറക്റ്റാണ്. BJP ജയിക്കില്ല, പക്ഷേ BJPയെ കോൺഗ്രസ് ജയിപ്പിച്ചിരിക്കുന്നു, കോൺഗ്രസ് പാലം പിരിച്ചിരിക്കുന്നു, അവർ ജയിപ്പിച്ചിരിക്കുന്നു. അതാ ഉണ്ടായ സംഭവം. അതിന് കൃത്യമായ കണക്കാണ് നമ്മുടെ മുമ്പിലുള്ളത്. മൊത്തത്തിൽ പരാജയമാണ് ഇവിടെ കേരളത്തിൽ. അത് ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞല്ലോ, പരാജയമാണ്. ആ പരാജയം സംബന്ധിച്ച് ആവശ്യമായ പരിശോധനയും തിരുത്തലും ഞങ്ങൾ വരുത്തും. അതിനുള്ള ഒരു പ്രയാസവും ഞങ്ങൾക്കില്ല. അത് തിരുത്തി മുന്നോട്ടേക്ക് പോവുക തന്നെ ചെയ്യും. കഴിഞ്ഞ പ്രാവശ്യം ഒരേ സീറ്റേ കിട്ടിയിട്ടുള്ളൂ. ജോയി ഇവിടെ നിൽക്കുന്നുണ്ട്. ജോയിക്ക് 618 വോട്ടിനാണ് തോറ്റത്. അപ്പോൾ അത് ജയിച്ച തോൽവിയാണ്. അങ്ങനെയുണ്ടല്ലോ ഒരു തോൽവി, ഒരു ജയിച്ച തോൽവിയാണ്. അതുകൊണ്ട് അതെല്ലാം തോറ്റ കൂട്ടത്തിൽ കൂട്ടേണ്ടിയില്ല. ചില നല്ലതുപോലെ ജയിച്ച് മുന്നോട്ടേക്ക് വരാൻ സാധിക്കുന്ന മണ്ഡലങ്ങളിൽ ഞങ്ങൾ ചെറിയ വോട്ടിനൊക്കെ തോറ്റിട്ടുണ്ട്. നല്ലപോലെ തോറ്റ മണ്ഡലങ്ങളുമുണ്ട്. എല്ലാം നമ്മൾ പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിച്ച് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് വരുമ്പോഴേക്ക് ഞങ്ങൾ തിരിച്ചു പിടിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് അസംബ്ലിയിലേക്ക് വരുമ്പോഴേക്ക് അപ്പോഴും ഞങ്ങൾ തിരിച്ചു പിടിച്ചിട്ടുണ്ട്. തൃശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയം ആഘോഷമാക്കാൻ BJP. സുരേഷ് ഗോപി അല്പസമയത്തിനകം തൃശൂരിലെത്തും. റോഡ് ഷോയ്ക്കായുള്ള എല്ലാ പ്രവർത്തനങ്ങളും പൂർത്തിയായിരിക്കുന്നു. വിവരങ്ങളുമായി തൃശൂരിൽ നിന്ന് ഡാനി പോൾ ചേർന്നു. ഡാനി, ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ അക്കൗണ്ട് തുറന്ന സുരേഷ് ഗോപി തീർച്ചയായിട്ടും ജനങ്ങളോട് നന്ദി പറഞ്ഞുകൊണ്ട് കൂടുതൽ ജനങ്ങളിലേക്ക് ഇറങ്ങിക്കൊണ്ട് അതൊരു ശക്തി പ്രകടനമാക്കി തന്നെ മാറ്റാനുള്ള ഒരുക്കത്തിലേക്ക് BJP കടക്കുമ്പോൾ അത് ഏത് തരത്തിലാണ്, എപ്പോഴത്തേക്ക് റോഡ് ഷോ തുടങ്ങുമെന്നാണ് വിവരം? അപർണ, ശക്തി പ്രകടനം അത് ഇതുവരെ തൃശ്ശൂർ കണ്ടതിൽ അല്ലെങ്കിൽ കേരളത്തിൽ BJPയുടെ ഏതെങ്കിലും രീതിയിലുള്ളൊരു ശക്തി പ്രകടനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ കവച്ചു വയ്ക്കുക എന്ന രീതിയിൽ തന്നെയാണ്. കാരണം ഇതായിരിക്കും ഒരു ലാൻഡ്മാർക്ക് എന്ന രീതിയിൽ തന്നെ അറിയപ്പെടുക ഇനി അങ്ങോട്ട് അന്ന് അത്രയും വാശിയിലാണ് പ്രവർത്തകർ ഇവിടേക്ക് വന്നിട്ടുള്ളത്. നമ്മളിപ്പോൾ നിൽക്കുന്ന സ്വരാജ് റൗണ്ടിലാണ്. ഇതിനെ വലയം ചെയ്തുകൊണ്ട് സുരേഷ് ഗോപിയുടെ റോഡ് ഷോ നടക്കും. അദ്ദേഹം തൃശ്ശൂരിലേക്ക് വൈകാതെ എത്തും. ഇവിടുന്ന് അതിനുശേഷം സ്വരാജ് റൗണ്ടിലേക്ക് എത്തിയ ശേഷമായിരിക്കും റോഡ് ഷോയിലേക്ക് കടക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ഇവിടെ മണികണ്ഠനാലിൽ അവിടെ നാളികേരമുടച്ച ശേഷം അദ്ദേഹം ഈ പ്രവർത്തകർക്കൊപ്പം അവരുടെ ആവേശത്തിനൊപ്പം ചേരും. ഇതിനു മുൻപ് അദ്ദേഹം ഇവിടേക്ക് സ്ഥാനാർത്ഥിയായി എത്തുമ്പോഴും ഇതേ രീതിയിൽ തന്നെയായിരുന്നു. ഇവിടെ നാളികേരമുടച്ച് മുന്നോട്ട് വന്ന പ്രവർത്തകർക്കൊപ്പം തന്നെ ഇവിടെ അവർക്കൊപ്പം നടക്കുന്ന അതേ ആവേശത്തിൽ തന്നെയായിരുന്നു. ഇപ്പോൾ നമ്മൾ കാണുന്നത് സ്വരാജ് റൗണ്ടിൽ അതിനകത്ത് ഈ മൈതാനത്ത് നിരവധി സ്ഥലങ്ങളിൽ നിന്ന് വിവിധ ഇടങ്ങളിൽ നിന്നാണ് ഇവിടേക്ക് സുരേഷ് ഗോപിയുടെ ഒരുപക്ഷെ ഈ മണ്ഡലത്തിലുള്ളവർ പോലും ആയിരിക്കില്ല ആരാധകരും പ്രവർത്തകരും എല്ലാം തന്നെ എത്തുന്നു. കാരണം സുരേഷ് ഗോപിക്ക് അത്ര കണ്ട വലിയ രീതിയിലുള്ളൊരു സ്വീകാര്യത നമുക്ക് വോട്ടിംഗ് കാര്യങ്ങളിലെല്ലാം തന്നെ അറിയാം. ആ രീതിയിൽ തന്നെ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ആവേശമെല്ലാം തന്നെ ഇവിടെ പ്രകടമാണ്. വലിയ രീതിയിൽ കാവടി അടക്കമുള്ള കാര്യങ്ങൾ സജ്ജീകരിച്ചിരിക്കുന്നു. പലയിടങ്ങളിൽ നിന്ന് നിരവധി പേർ ഇവിടേക്ക് എത്തിയിരിക്കുന്നു. മോനെ എവിടുന്നാ? കണ്ണൂരിന്നോ? ഓ, സുരേഷ് ഗോപികളെ കാണാൻ വന്നതാണോ? ആ, വലിയ ഇഷ്ടമാ? കണ്ടിട്ടേ പോവൂ. അവരുടെ വലിയ കുട്ടികളടക്കം വലിയ ആവേശത്തോടുകൂടി കാത്തിരിക്കുന്നു. ഇവിടെയുള്ളതാണോ? ഞാൻ ലോക്കൽ ആളാണ്, ചിറക്കൽ നിന്നാണ്. മൈ ഫ്രണ്ട് മഞ്ചേരിയിൽ നിന്നാണ്, ഡൽഹിയിൽ നിന്ന് വന്നിട്ടാണ്. ഞങ്ങളെല്ലാവരും സുരേഷ് ഗോപിയുടെ ഒന്ന് കൺഗ്രാജുലേറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്രീഷിയേറ്റ് എല്ലാം ഒരു ഇന്നത്തെ ഒരു ഇതിൽ പങ്കെടുക്കാനായിട്ട് വന്ന ആൾക്കാരാണ് ഞങ്ങളൊക്കെ. അപ്പോൾ നോക്കാം എന്തൊക്കെ ആഘോഷങ്ങൾ. വിക്ടറി തന്നെ ഒരു വലിയ ഇതായിരുന്നല്ലോ. വലിയ എന്താണ് സുരേഷ് ഗോപി ഇത്ര ഇഷ്ടപ്പെടുക എന്നുള്ളത്? അല്ല, ഒരു വൺ ചാൻസ് ടു ബി ഗിവൻ ടു BJP ഇൻ തൃശ്ശൂർ. അതാണ് നമ്മൾ നോക്കാം എന്തൊക്കെയാണ് പുള്ളിക്ക് ചെയ്യാൻ പറ്റുമെന്ന് നമ്മളിപ്പോൾ ഒന്ന് നോക്കാമല്ലോ. താങ്ക് യു. ഐ തിങ്ക് ഹി ഹാസ് സ്പോക്കൺ ഓൺ മൈ ബിഹാഫ്. വിവിധ ഇടങ്ങളിൽ നിന്ന് പല രീതിയിലുള്ളവർ എല്ലാവരും തന്നെ ഈ സുരേഷ് ഗോപിയെ സ്വീകരിക്കുക, ഒപ്പം തന്നെയും ഈ ആവേശത്തിൽ വലിയ രീതിയിൽ പങ്കാളികളാകുക എന്ന രീതിയിൽ തന്നെ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. കുറച്ചുകൂടി സമയം കഴിയുമ്പോഴേക്കും
ആരാധകരും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ അനുയായികളും പ്രവർത്തകരും എല്ലാം തന്നെയായിട്ട് ഇവിടേക്ക് ഈ റൗണ്ട് നിറയും. കഴിഞ്ഞ തവണ അദ്ദേഹത്തിന് നൽകിയ സ്വീകരണം അതിനേക്കാൾ മികച്ച രീതിയിലാകണം ഇക്കുറി എന്ന രീതിയിൽ തന്നെ പ്രതിജ്ഞ എടുത്തുകൊണ്ട് തന്നെയാണ് ഇവിടേക്ക് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. 5 മണിയോടുകൂടി ഇപ്പോൾ ലഭിക്കുന്ന ആ വിവരപ്രകാരം ഏതാണ്ട് 5 മണിയോടുകൂടി പ്രവർത്തകരെല്ലാവരും ഇവിടേക്ക് സ്വരാജ് റൗണ്ട് കേന്ദ്രീകരിക്കും. തുടർന്ന് വലിയ രീതിയിലുള്ള ആഘോഷങ്ങളോടെ തയ്യാറെടുപ്പുകളോടെ ഇവിടെ സ്വരാജ് റൗണ്ടിനെ വലം വെച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള റോഡ് ഷോ അടക്കം തയ്യാറെടുത്തിക്കൊണ്ടിരിക്കുന്നു. അടുത്ത ദിവസങ്ങളിലായി 7 മണ്ഡലങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ അവർക്കെല്ലാം വോട്ടർമാർക്കെല്ലാം നന്ദി പറയുന്നതിന് വേണ്ടി വരും ദിവസങ്ങളിൽ മണ്ഡല പര്യടനം അടക്കമുള്ള കാര്യങ്ങളാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. എന്തായാലും വലിയ ആവേശത്തോടുകൂടി കാത്തിരിക്കുകയാണ്. ഇനി കുറച്ച് സമയത്തിനകം തന്നെ സുരേഷ് ഗോപി എത്തും. അതുകൊണ്ട് ആ ആവേശത്തിൽ മുങ്ങാനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് തന്നെയാണ് എവിടെയും നോക്കിയാൽ കാണുന്നത്. ഡാനി, സുരേഷ് ഗോപിയുടെ പ്രചാരണ ഒരു ശൈലി സാധാരണ രീതിയിൽ മറ്റ് സംസ്ഥാന BJP നേതാക്കളുടെ ഒരു സാന്നിധ്യത്തിന് അപ്പുറത്തേക്ക് കൂടുതൽ പ്രവർത്തകരുടെ അല്ലെങ്കിൽ അണികളുമായി ഉള്ള ഒരു പ്രചാരണ ശൈലി തുടർന്നിരുന്ന സുരേഷ് ഗോപി ഇങ്ങനൊരു ശക്തി പ്രകടനത്തിലേക്ക് കടക്കുമ്പോഴും സംസ്ഥാന BJP നേതൃത്വത്തിൽ നിന്നുള്ള പ്രതിനിധികൾ നേതാക്കന്മാർ ആരുടെയെങ്കിലും സാന്നിധ്യം പ്രതീക്ഷിക്കണോ? തൃശ്ശൂരിൽ തന്നെയുള്ള BJP നേതാക്കൾ, ഈവൻ പത്മജ വേണുഗോപാൽ അടക്കമുള്ളവർ, അങ്ങനെയുള്ള BJP നേതാക്കളുടെ ആരുടെയെങ്കിലും സാന്നിധ്യം ഇന്നത്തെ ദിവസം അവിടെ ഉണ്ടാകുമോ? മറ്റു നേതാക്കളും ഇദ്ദേഹത്തോടൊപ്പം ഉണ്ടാകും, സുരേഷ് ഗോപിക്കൊപ്പം ഉണ്ടാകുമെന്നാണ് ലഭ്യമാകുന്ന വിവരം. പത്മജ വേണുഗോപാൽ ഇന്ന് രാവിലെ തന്നെ ഇവിടെ എത്തുകയും ഒപ്പം മാധ്യമപ്രവർത്തകരെ കാണുകയും എല്ലാം തന്നെ ചെയ്തിരുന്നു. ഒപ്പം പ്രവർത്തകരുമായ മറ്റ് അനുയായികളുമായ എല്ലാം തന്നെ അവരവരുടെ സന്തോഷവും സൗഹൃദവും എല്ലാം തന്നെ പങ്കുവയ്ക്കുകയായിരുന്നു. വലിയ ആ രീതിയിൽ തന്നെ പ്രവർത്തകരുടെ ഒരു വലിയ തിരക്ക് ഇവിടെ ഉണ്ടാകും. വലിയ നേതാക്കളുടെ അടക്കമുള്ളൊരു തിരക്ക് ഇവിടേക്ക് ഉണ്ടാകും. കാരണം BJP തൃശ്ശൂരിൽ നേടിയിരിക്കുന്നത് ഒരു ചരിത്ര വിജയമാണ്. എന്നും അടയാളപ്പെടുത്താൻ കഴിയുന്ന രീതിയിലേക്ക് തൃശ്ശൂരിലെ വിജയം മാറിയിരിക്കുന്നു. അതെല്ലാം പ്രവർത്തകരുടെ അടക്കം ഒരു സ്ഥിരോത്സാഹം കൊണ്ട് മാത്രം ഉണ്ടായത് തന്നെയാണെന്ന് അവരതിൽ വിശ്വസിക്കുകയും ചെയ്യുന്നു. ചേച്ചി ഇതിലേക്ക് വന്നതാണോ? എവിടെ നിന്നാണ്? ഞാൻ ചേറ്റുപുഴ. ഈ പ്രവർത്തനത്തിലും പ്രചാരണത്തിലും എല്ലാം തന്നെ ഉണ്ടായിരുന്നോ? എനിക്കിഷ്ടം BJP. എങ്ങനെ സുരേഷ് ഗോപിയുടെ ഒരു പ്രവർത്തന ശൈലിയും കാര്യങ്ങളും എല്ലാം തന്നെ വലിയ കൂടുതൽ അടുപ്പിച്ചു എന്ന് തന്നെയാണോ വിശ്വസിക്കുന്നത്? അതെ അതെ, നന്നായിട്ട് ആള് ഇവിടെ നന്നായിട്ട് ബുദ്ധിമുട്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് വലിയ വിജയം നേടാനുള്ള കാരണം. ഇവിടെ അടുത്താണോ? ചേർപ്പ്. ഇത് പങ്കെടുക്കാൻ വന്നാണോ? വലിയ ആവേശമാണ്. ഞങ്ങൾ സന്തോഷം. ഞങ്ങൾ 10-50 വർഷമായി ആൾക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യണു, BJP വർക്ക് ചെയ്യണു. ആദ്യമായിട്ട് ഞങ്ങൾക്ക് ഒരു സീറ്റ് കിട്ടിയപ്പോൾ ഞങ്ങൾക്ക് സന്തോഷം എന്ന് പറഞ്ഞാൽ വലിയ സന്തോഷം അടക്കി കുറയ്ക്കാൻ പറ്റണില്ലേ, അത്ര സന്തോഷം. 50 വർഷമായി ഞങ്ങൾ വർക്ക് ചെയ്യണു ഇതിൽ. പറ്റി ആദ്യമായിട്ട് ഞങ്ങൾക്ക് വടക്കുന്നാഥന്റെ മുമ്പിൽ ഒരു താമര വിരിക്കാൻ പറ്റിയത് ഏറ്റവും സന്തോഷം. കുറേ നാളത്തെ ഒരു ആഗ്രഹമാണ് നിറവേറ്റിയത്. പൂവണിഞ്ഞത് താമര വിരിഞ്ഞു. പ്രതീക്ഷിച്ചിരുന്നോ? പ്രതീക്ഷയുണ്ടായിരുന്നു വിജയിക്കുമെന്നുള്ള. അപർണ, വളരെ അധ്വാനിച്ച് നേടിയ ഒരു വിജയമെന്ന് തന്നെ പ്രവർത്തകർ പറയും. നമുക്കറിയാം, കാരണം കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുമ്പോഴും അദ്ദേഹം ഇവിടെ തന്നെയുണ്ട്, തൃശ്ശൂരിൽ തന്നെയുണ്ടായിരുന്നു. തൃശ്ശൂരിൻ്റെ ഓരോ കാര്യങ്ങളിലും ഇടപെട്ടുകൊണ്ട് ആ സജീവതകളിലെല്ലാം തന്നെ പങ്കാളിയായി നിന്നുകൊണ്ട് താനും ഒരു തൃശ്ശൂർക്കാരൻ തന്നെയാണ് എന്ന് അവർക്കൊപ്പം നടന്ന് തെളിയിച്ച് അത് അവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം ഓരോ ദിവസവും കടന്നു പോയിരുന്നത്. അതിന് ആ സ്നേഹം അവർ തിരിച്ചു നൽകുകയും ചെയ്തു. വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുകയും ചെയ്തു. നേരത്തെ പാർട്ടി നേതാക്കളടക്കം വിലയിരുത്തി പോലെ ഇതിൽ സുരേഷ് ഗോപി സ്വന്തമായി നേടിയ, സുരേഷ് ഗോപിയുടെ ഹൃദയ അടുപ്പം കൊണ്ട് നേടിയെടുത്ത ഒട്ടനവധി വോട്ടുകളുണ്ട്. ആ ഒരു അദ്ദേഹത്തിൻ്റെ പ്രവർത്തകരിലേക്കുള്ള പ്രവർത്തകർക്കൊപ്പം പ്രവർത്തകർക്ക് അതിനേക്കാളും അപ്പുറം ജനങ്ങൾക്കൊപ്പം നടന്നുകൊണ്ട് നേടിയ അടുപ്പത്തിൻ്റെ അടയാളങ്ങൾ തന്നെയാണ് 75,000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലേക്ക് അദ്ദേഹത്തെ നയിച്ചതെന്ന് പാർട്ടി തന്നെ അടയാളപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ സ്വീകരണ യോഗം വിപുലമാകുന്നത്, വലിയ രീതിയിൽ മഹത്തരമാകുന്നത് എന്ന് അവർ പറയുന്നത്. നമുക്ക് കാണാം ഇപ്പോൾ സുരേഷ് ഗോപിയുടെ വലിയ ചിത്രങ്ങൾ, അതിനെ BJP പ്രവർത്തകരെല്ലാം ചേർന്ന് കൊടികൊണ്ട് അടയാളപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ അലങ്കരിക്കുകയും എല്ലാം തന്നെ ചെയ്യുന്നു. എന്നിട്ട് വലിയ സന്തോഷത്തിലാണ് ഞങ്ങളെല്ലാവരും. ഞങ്ങൾ കുന്നോളത്ത് നിന്നുള്ള ടീമാണ്. കുന്നോളത്തുനിന്ന് സുരേഷ് ഇവിടെ
ഫ്ലക്സ് ആയിട്ട് വന്നുള്ള ആൾക്കാർ നാളുകളായിട്ട് ഉള്ള ഒരു പ്രവർത്തനമാണ് ഇത്. സന്തോഷമായിട്ട് കിട്ടിയത്. ഒരു വലിയ വിജയം പ്രതീക്ഷിച്ചിരുന്നു. അതാണ് പ്രതീക്ഷിച്ചിട്ടാണല്ലോ ഇരിക്കുന്നത്. അതാണ് അതിൽ ഞങ്ങൾ ഇതൊക്കെ ആയിട്ട് വന്നത് തന്നെ. അപർണ, വലിയ രീതിയിൽ പ്രവർത്തകർ ഇവിടേക്ക് പല ദിക്കുകളിൽ നിന്ന് ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. സ്വരാജ് റൗണ്ട് കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ പ്രവർത്തകർ ഇവിടേക്ക് വരുന്നു. നമുക്ക് സുരേഷ് ഗോപി വന്നിറങ്ങിയ സമയം, അതായത് ഇവിടേക്ക് നാമനിർദ്ദേശ പത്രിക അടക്കം നൽകുന്നതിന് വേണ്ടി തൃശ്ശൂരിലേക്ക് എത്തിയപ്പോൾ നൽകിയ സ്വീകരണങ്ങൾ അടക്കമുള്ള കാര്യങ്ങളുണ്ട്. അത് വലിയ പങ്കാളിത്തത്തോടു കൂടി ഉള്ളതായിരുന്നു. അന്ന് എല്ലാവരും തന്നെയും ഇതിൽ വലിയ സന്തോഷത്തോടു കൂടി പങ്കെടുക്കുകയും അന്ന് തന്നെ അദ്ദേഹം ഉറപ്പ് നൽകുകയും ചെയ്യുന്ന കാര്യമുണ്ട്. ഞാൻ നിങ്ങളോട് കൂടി എപ്പോഴും ഉണ്ടായിരിക്കുമെന്ന് അദ്ദേഹം പറയുകയും എല്ലാം തന്നെ ചെയ്തു. അതിനു ശേഷം അദ്ദേഹം അത് പ്രാവർത്തികമാക്കുകയും തന്നെ ചെയ്യുന്നു. ഇത് തൃശ്ശൂർ പൂരത്തിനൊപ്പം നിൽക്കുന്ന ഒരു, അല്ലെങ്കിൽ തൃശ്ശൂർ പൂരം എന്ന് പറയുമ്പോൾ കേൾക്കുന്ന ഒരു ആവേശം, ആ ആവേശത്തോടൊപ്പം തന്നെയും നിൽക്കണം എന്ന ഒരു രീതിയിലേക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. നമ്മൾ കാണുന്നത് ഈ രീതിയിൽ സംഘടിപ്പിച്ചിരിക്കുന്ന ഒരാഘോഷ പരിപാടികളിലേക്കാണ് ഇത് കാണുന്നത്. എല്ലാം തന്നെ പ്രവർത്തകർ. ഇന്ന് പൂരമാണോ? ഇന്നാണ് പൂരം. അല്ല, തൃശ്ശൂർക്കാരുടെ പൂരം എന്ന് പറഞ്ഞ് ഇന്നാണ്, അല്ലാണ്ട് ഒന്നും പറയാനില്ല. അത് ഞാൻ വ്യക്തമായിട്ട് ഒരു കാര്യം പറയാം, കേക്കട്ടെ. 2,93,000 വോട്ട് കഴിഞ്ഞ പ്രാവശ്യം സുരേഷ് ഗോപി പിടിച്ചിട്ടായിരുന്നു. ഒരു 70% പോളിംഗ് നടന്നു. 9 ലക്ഷം വോട്ട് മൊത്തം ഉണ്ടായിരുന്നു. അതായത് 50,000 വോട്ട് ആര് പിടിക്കാൻ വെച്ചാൽ ജയിക്കും. പക്ഷെ ഒന്നുമല്ലാണ്ട് 75,000 വോട്ട്, 3/4 ലക്ഷം വോട്ടുകൾ പിടിക്കണമെങ്കിൽ ജനങ്ങള്, സ്ത്രീകളുടെ വോട്ട് ചെയ്തിരിക്കണേ, ക്രിസ്ത്യൻസ്, സ്ത്രീകള് എല്ലാവരും കിട്ടിയിട്ടല്ല ഞങ്ങൾ ജയിച്ചേ. വലിയ വിജയം പ്രതീക്ഷിച്ചിരുന്നു. ഇവിടെ അടുത്തുനിന്നാണോ വരുന്നത്? അതെ, ഇരിഞ്ഞാലക്കുട. ഒരുപാട് ട്രോളുകളും കാര്യങ്ങളൊക്കെ അതിജീവിച്ചു വന്നൊരു മനുഷ്യനാണ്. അതൊക്കെ അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും നിങ്ങൾക്കും ഒരു സങ്കടങ്ങൾ ഉണ്ടായിരുന്നു? കേൾക്കുമ്പോൾ സങ്കടം ഉണ്ടായിരുന്നു, പക്ഷെ അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് ഇത്രയും വലിയൊരു വിജയത്തിലേക്ക് എത്തിയില്ലേ. എത്രത്തോളം ചളിവാരി വയ്ക്കാൻ ശ്രമിച്ചു, അതിനൊക്കെ അതിജീവിച്ചില്ലേ ആള്. ചെമ്പ് ഗോപി, ചാണക ഗോപി, ആശാൻ ഗോപി, എന്താ ഗോപി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാക്കിയവര്. അതിനൊക്കെ ഇപ്പൊ അവരിരുന്ന് പശ്ചാത്തപിക്കുന്നുണ്ട്. അവര് മട്ടന്നൂരിന്റെ ഒരു മേളത്തിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. മട്ടന്നൂർ മേളം കൊട്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ. അയാളെ വന്നു വെച്ചാൽ നമുക്ക് എന്തായാലും വിളിക്കണം. പൈസ കൊടുത്തു കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒന്ന് കൊട്ടില്ലോ. കൊടുത്തു, അങ്ങനെ കൊടുത്തു. ജനങ്ങൾ കൈ നിറഞ്ഞ് മനസ്സ് നിറഞ്ഞു കൊടുത്തു. അതെ, നമ്മൾ കൊടുത്തതാണ് സുരേഷ്. ഒരു അമ്മ സംരക്ഷിക്കുന്ന പോലെയാണ് ഞങ്ങളെ സംരക്ഷിക്കുക. മാത്രമാണ് ഇവിടെ, അത് മാത്രമാണ് ആയിട്ടുള്ളത്. അപർണ, ആവേശം വാക്കുകളിലും എല്ലാം തന്നെ വളരെ പ്രകടമാണ്. കാരണം സ്ത്രീകളടക്കമുള്ളവർ എല്ലാവരും തന്നെ പറയുന്നു വലിയ രീതിയിലേക്ക് അദ്ദേഹത്തിനെതിരെ ട്രോൾ മഴയടക്കം ഉണ്ടാകുമ്പോൾ അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് അദ്ദേഹം പിടിച്ചു നിന്നിരുന്നു. അതിനെല്ലാം കവച്ചു വയ്ക്കുന്ന രീതിയിലേക്ക് മിന്നുന്ന വിജയം നേടിയെടുക്കാൻ കഴിഞ്ഞിരിക്കുന്നു. സ്ത്രീകളുടെ അടക്കം വലിയ പിന്തുണ അദ്ദേഹത്തിന് നൽകിയിരിക്കുന്നു. ഇത് BJP വോട്ടുകൾ മാത്രമല്ല, അതിനപ്പുറത്തേക്ക് വളരെ അടുപ്പമുള്ള രീതിയിലേക്ക് അദ്ദേഹം സുരേഷ് ഗോപി എന്നത് തൃശ്ശൂരിന്റെ സ്വന്തം നെഞ്ചകത്തോട് ചേർക്കുന്ന ഒരാൾ തന്നെയാണെന്ന് അവർ തിരിച്ചറിയുന്നു. തീർച്ചയായും ദാനി, വലിയ ആവേശത്തിലുള്ള പ്രതികരണങ്ങൾ, സ്ത്രീകൾ അടക്കമുള്ളവരുടെ പ്രതികരണങ്ങളൊക്കെ നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുന്നു. ഒഴുകിയെത്തുന്ന ജനങ്ങളെ കാണുന്നുണ്ട്. BJPയുടെ പരമ്പരാഗത പ്രവർത്തകർ, ഹിന്ദു വോട്ടർമാർ, ഇതിനപ്പുറത്തേക്ക് കൂടി വലിയ തോതിൽ നിർണായക സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഈഴവ വോട്ടുകൾ, ന്യൂനപക്ഷങ്ങൾ, ക്രൈസ്തവ സ്വാധീനം, ഇതെല്ലാം വലിയ രീതിയിൽ സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് കൂടിയായി തൃശ്ശൂർ വിലയിരുത്തപ്പെടുമ്പോൾ, അത്തരത്തിൽ രാഷ്ട്രീയപരമായിട്ടുള്ള വിശകലനങ്ങൾ നടക്കുമ്പോൾ അങ്ങനെയുള്ള ഒരു സർവ്വജന പങ്കാളിത്തം കൂടി ഈ ശക്തി പ്രകടനത്തിന്റെ ഭാഗമാകാനുള്ള ഒരു സാധ്യതയുണ്ടോ? അങ്ങനെ എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് വലിയ രീതിയിൽ ഒരു വൈവിധ്യം തന്നെയാണ്, ഒരു രാഷ്ട്രീയത്തിനപ്പുറത്തേക്കുള്ള ഒരു വിജയം കൂടിയാണ് ഉണ്ടായത് എന്നുകൂടി വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാകുമോ BJP നേതാക്കൾ? തീർച്ചയായും ഒരു സംശയവുമില്ല പറഞ്ഞ. കാരണം ഇനിയിപ്പോൾ സുരേഷ് ഗോപി എന്നത് BJPയുടെ MP അല്ല, തൃശ്ശൂരിൻ്റെ സ്വന്തം MP ആണ്. ആ രീതിയിലേക്ക്
ഈ വിജയത്തെ അവർ മാറ്റിയെടുക്കുന്നതിനെല്ലാം തന്നെ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ തന്നെയാണ് തൃശ്ശൂരിൻ്റെ ഇതാവുമ്പോൾ എല്ലാവിധ ചിന്തകൾക്കും അപ്പുറത്തു നിന്നുകൊണ്ട് സുരേഷ് ഗോപി എന്ന പേര് തൃശ്ശൂരിൻ്റേത് മാത്രമാകുന്നു. തൃശ്ശൂരിൻ്റെ മറ്റ് ചിന്തകളെല്ലാം തന്നെ ജാതിമത ചിന്തകളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് തൃശ്ശൂരിൻ്റെ MP എന്ന രീതിയിലേക്ക് സുരേഷ് ഗോപിയാണ്. അപ്പോൾ അതുകൊണ്ട് നേരത്തെ ചോദിച്ച ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ പരമ്പരാഗതമായി നിൽക്കുന്ന എല്ലാ വോട്ട് ബാങ്ക് സങ്കല്പങ്ങളെയും തച്ചുടച്ചുകൊണ്ടാണ് സുരേഷ് ഗോപി കടന്നു പോകുന്നത്. കാരണം നേരത്തെ സ്വായത്തമാക്കിയിരുന്ന വോട്ട് ബാങ്കുകൾ അതിൽ നില കെ മുരളീധരൻ അടക്കം പറഞ്ഞിരുന്നു, കോൺഗ്രസിലേക്ക് UDF-ലേക്ക് വന്നിരുന്ന പരമ്പരാഗതമായ വോട്ടുകൾ അത് എവിടെ പോയെന്ന് അദ്ദേഹം തന്നെ ചോദിക്കുന്നൊരവസ്ഥയിലേക്ക് വന്നുവെങ്കിൽ അത് സുരേഷ് ഗോപിയുടെ മാത്രം വിജയം തന്നെയാണ്. കാരണം ആ രീതിയിലുള്ള വോട്ട് ബാങ്ക് സങ്കല്പങ്ങളെ ഒന്നാകെ തച്ചുടച്ചുകൊണ്ടാണ് സുരേഷ് ഗോപി കടന്നു പോകുന്നത്. എല്ലാ മണ്ഡലങ്ങളിലും തന്നെയും അദ്ദേഹത്തിന് ഗുരുവായൂരൊഴിച്ച് മറ്റ് മണ്ഡലങ്ങളിലെല്ലാം തന്നെയും വ്യക്തമായ ആധിപത്യത്തിലേക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിരുന്നു. ന്യൂനപക്ഷത്തിൽപ്പെടുന്ന ക്രിസ്ത്യൻ വോട്ടുകളടക്കം സ്വായത്തമാക്കാനായിട്ട് സാധിച്ചിരുന്നു. അങ്ങനെ അത്തരം ആ ചിന്തകളെല്ലാം മറച്ചുകൊണ്ടാണ് അദ്ദേഹം വോട്ട് നേടി ജയിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു സ്വാഭാവിക അനുരണനങ്ങൾ ഈ ഒരു പ്രകടനത്തിലും കാണുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹത്തിന് ആശംസ അറിയിക്കാനും ഒരുപക്ഷെ നേരിൽ കാണാനുമൊക്കെയായി ആ രീതിയിൽ പലരും ഇവിടേക്ക് എത്തിയേക്കുമെന്ന പ്രതീക്ഷകളും BJP നേതാക്കൾ പങ്കുവയ്ക്കുന്നുണ്ട്. ഏതായാലും തൃശ്ശൂരിൽ ഇന്ന് നടക്കാൻ പോകുന്ന പ്രകടനം അത് എല്ലാ കാലത്തും ഓർത്തുവെക്കുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കണമെന്ന വാശിയോടുകൂടി തന്നെയാണ് പ്രവർത്തകർ അണിനിരക്കുന്നത്. ഡാനി പോൾ നൽകിയത് വലിയ ആവേശത്തിൽ തൃശ്ശൂർ സ്വരാജ് റൗണ്ടിൽ നിന്നുള്ള ദൃശ്യങ്ങൾ. അല്പസമയത്തിനകം സുരേഷ് ഗോപി തൃശ്ശൂരെത്തും. സ്വരാജ് റൗണ്ടിനെ ചുറ്റിക്കൊണ്ടുള്ള ശക്തി പ്രകടനങ്ങളും റോഡ് ഷോ ശക്തി പ്രകടനമായി തന്നെ നടക്കും. വിവിധ ഭാഗങ്ങളിൽ നിന്ന് സ്ത്രീകളടക്കമുള്ള പ്രവർത്തകരാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. തുടർ ദിവസങ്ങളിൽ മണ്ഡല പര്യടനം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കൂടി സുരേഷ് ഗോപി കടക്കും എന്നുള്ള വിവരങ്ങളും വരുന്നുണ്ട്. മറ്റു വാർത്തകൾ കൂടി നോക്കാം ഇടവേളയ്ക്ക് ശേഷം. നഷ്ടപ്പെട്ടതിനെ പറ്റിയൊന്നും അവർക്ക് വ്യാമോഹമൊന്നും ഉണ്ടാവേണ്ടിയില്ല. അതൊക്കെ ഞങ്ങൾക്ക് കൃത്യമായിട്ട് തിരിച്ച് വരാൻ സാധിക്കുന്ന കാര്യം മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ അടിസ്ഥാനപരമായ വോട്ട് നഷ്ടപ്പെട്ടില്ല. കോൺഗ്രസിനാണ് UDF-നാണ് 5% വോട്ട് നഷ്ടപ്പെട്ടത്. 47% എഴുതിക്കോ, 47% വോട്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം 2019 കിട്ടിയത്. 47. ഇപ്രാവശ്യം എത്രയാ? 42. ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം 36% വോട്ടാണ് ഉണ്ടായിരുന്നത്. ഞങ്ങൾക്ക് 1% വോട്ടിന്റെ കുറവോടെ 35% വോട്ട് ഞങ്ങൾക്ക് കിട്ടി. അടിത്തറ വളരെ ശക്തമായ രീതിയിൽ നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് അത് കാണിക്കുന്നത്. അല്ലാണ്ട് എല്ലാം എന്തോ ആയിപ്പോയി എന്നുള്ളൊരു തെറ്റിദ്ധാരണയും വേണ്ട. UDF-ന്റെ 5% വോട്ട് കുറഞ്ഞു, ഞങ്ങൾക്ക് 1% വോട്ട് കുറഞ്ഞു. കണക്കൂട്ടി നോക്കുക, ആരതാ കുറഞ്ഞത്? പാർട്ടിയാണ്. അതിനനുസരിച്ചുള്ള പ്രചരണ പരിപാടികൾ സംസ്ഥാനത്തുടനീളം നടത്തുകയും ചെയ്തു. മാഷ് തന്നെ പറഞ്ഞൊരു നിയോജക മണ്ഡലത്തിൽ 4000 കുടുംബയോഗങ്ങൾ നടക്കും കാണുന്നുണ്ട്. കെ മുരളീധരന്റെ പരാജയത്തിന് പിന്നാലെ തൃശൂരിലെ കോൺഗ്രസിൽ പൊട്ടിത്തെറി. TN പ്രതാപനും DCC പ്രസിഡന്റ് ജോസ് വള്ളൂരിനുമെതിരെ പ്രതിഷേധമുയരുന്നു. DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ രാജിവെക്കണമെന്നും പ്രതാപന് വാർഡിൽ പോലും സീറ്റില്ലെന്ന് എഴുതിയ പോസ്റ്ററുകൾ പലയിടങ്ങളിലും പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. കോൺഗ്രസ് ജില്ലാ നേതൃത്വത്തെ വിമർശിച്ച് യൂത്ത് കോൺഗ്രസും രംഗത്തെത്തി. പച്ചമരത്തോട് ഇപ്രകാരമാണ് ചെയ്തതെങ്കിൽ ഉണക്കമരത്തിൻ്റെ ഗതി എന്താകുമെന്ന ചോദ്യം ഇവിടെ പ്രസക്തിയാവുകയാണ്. തൃശ്ശൂരിലെ ജനങ്ങൾക്ക് കോൺഗ്രസിനോട് ഒരു അകൽച്ചയും അതൃപ്തിയുണ്ട്. അതിന് കാരണം ജില്ലയിലെ കോൺഗ്രസിൻ്റെ നേതൃത്വമാണ്. നേതാക്കളുടെ അവനവനിസത്തിൻ്റെയും സ്വാർത്ഥ താല്പര്യത്തിൻ്റെയും ശൈലിയുടെ ഭാഗമായിട്ട് ജനങ്ങളും പ്രവർത്തകരും പാർട്ടിയിൽ നിന്ന് അകലുകയാണ്. ഈ ധാർഷ്ട്യത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും ഫലം അനുഭവിക്കേണ്ടി വന്നതിൻ്റെ തിക്തഫലം അനുഭവിക്കേണ്ടി വന്നത് കെ മുരളീധരനാണ്. കോൺഗ്രസിൻ്റെ സർജിക്കൽ സ്ട്രൈക്കറായ കെ മുരളീധരൻ്റെ ഗതി ഇതാണെങ്കിൽ സാധാ പ്രവർത്തകൻ്റെ അവസ്ഥ എന്താകുമെന്ന് ആലോചിച്ച് നോക്കണം. സാംസ്കാരിക തലസ്ഥാനത്ത് സംഘപരിവാറിന് നട തുറന്നു കൊടുത്തതിൻ്റെ ഉത്തരവാദിത്വം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ജോസ് വള്ളൂരിനും തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചെയർമാനും KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റുമായ TN പ്രതാപനടങ്ങുന്ന നെക്സസിനാണ്. ഇന്ന് സാധാരണയായിട്ടുള്ള
ഇവിടുത്തെ കോൺഗ്രസിൻ്റെ പ്രവർത്തകർ വളരെയേറെ നിരാശയിൽ നിൽക്കുകയാണ്. അപ്പോൾ ഈ പരാജയത്തിൻ്റെ ഈ തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ട് ഇരുവരും അടിയന്തരമായിട്ട് രാജിവെക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെടുകയാണ്. അതേസമയം തൃശൂരിലെ തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ തെരഞ്ഞെടുപ്പിൽ ജില്ലാ കമ്മിറ്റിക്ക് വീഴ്ച പറ്റി, എന്താണ് സംഭവിച്ചതെന്ന് പരിശോധിച്ച് തിരുത്തലുകൾ നടത്തും. തോൽവി ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. കെ മുരളീധരൻ നേതൃസ്ഥാനത്ത് തുടരണമെന്നാണ് തങ്ങളുടെ ആവശ്യമെന്നും ജോസ് വള്ളൂർ പറഞ്ഞു. തൃശൂരിൽ BJP ജയിച്ചത് CPM BJP ഡീലിന്റെ ഭാഗമായിട്ടാണെന്നും ജോസ് വള്ളൂർ ആരോപിച്ചു. ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയുടെ വലിയ പരാജയത്തിന്റെ ഉത്തരവാദിത്തം പൂർണ്ണമായും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഏറ്റെടുക്കുകയാണ്. ഇങ്ങനൊരു പരാജയം സംഭവിക്കാൻ പാടില്ലാത്ത വിധം പഴുതുകൾ അടച്ച് ശ്രീ കെ മുരളീധരന്റെ വലിയ വിജയം നേടാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നതിൽ ഞങ്ങൾക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് ആ പരാജയത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കും. സുരേഷ് ഗോപിയെ സംബന്ധിച്ച് ഇത്രയും വലിയ വോട്ടിന് അദ്ദേഹം ജയിക്കാനിടയായത് ഞങ്ങൾ തെരഞ്ഞെടുപ്പിന് മുൻപേ സൂചിപ്പിച്ചതാണ്. ഇത്രയും വലിയ ഭൂരിപക്ഷത്തിന് അദ്ദേഹം ജയിച്ചത് CPM-ഉമായിട്ടുള്ള ഒത്തുകളിയാണെന്ന കാര്യം എല്ലാവർക്കും അറിയാം. കരിവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് CPM നേതാക്കന്മാരും BJPയും തമ്മിലുണ്ടാക്കിയിട്ടുള്ള അവിഹിതമായ ഡീൽ, ആ ഡീലിന്റെ പ്രകടമായ അടയാളമാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ടിൽ കണ്ടത്. കെ മുരളീധരനെ അനുനയിപ്പിക്കുമെന്ന് KPCC പ്രസിഡന്റ് കെ സുധാകരൻ. എന്താണ് അദ്ദേഹത്തിന്റെ ബുദ്ധിമുട്ടെന്ന് ചോദിച്ചറിയുമെന്നും കെ സുധാകരൻ പറഞ്ഞു. മുരളീധരന്റെ വിഷയം കോൺഗ്രസിനെ സംബന്ധിച്ച് മറ്റെന്തിനേക്കാളേറെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയമാണ്. ആ വിഷയം തോന്നിയ രീതിയിൽ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടതല്ല. മുരളീധരൻ ഈ പാർട്ടിയുടെ എല്ലാമാണ്. ഞങ്ങളൊക്കെ അത്രയേറെ ബഹുമാനത്തോടെ കാണുന്ന കെ കരുണാകരൻ്റെ മകനെ നമുക്ക് മറക്കാനും നമുക്ക് ത്യജിക്കാനും സാധിക്കില്ല. ഞങ്ങളെല്ലാം ഒറ്റക്കെട്ടായി മുരളിയോടൊപ്പം ഉണ്ട്. വന്നിരിക്കുന്ന ഈ തെറ്റുകൾക്ക്, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വന്നിരിക്കുന്ന തോന്നലുകൾക്ക് എന്തെങ്കിലും പരിഹാരമുണ്ടെങ്കിൽ ആ പരിഹാരം ഏത് സന്ദർഭത്തിലും പ്രാവർത്തികമാക്കാൻ KPCC തയ്യാറാണ് എന്ന് ഞാൻ അദ്ദേഹത്തെ അറിയിച്ചിട്ടുണ്ട്. കെ മുരളീധരൻ പൊതുരംഗത്ത് നിന്ന് മാറി നിൽക്കേണ്ട ആളല്ല എന്ന് രമേശ് ചെന്നിത്തല ന്യൂസ് 18നോട്. പാർട്ടി നിർദ്ദേശങ്ങൾ അപ്പാടെ അനുസരിക്കുന്ന വ്യക്തിയാണ് മുരളീധരൻ. വടകരയിലേക്ക് കെ മുരളീധരനെ നിർദ്ദേശിച്ചത് താനും ഉമ്മൻചാണ്ടിയും ചേർന്നാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ഈ സംഘടനാ സംവിധാനം വെച്ച് നേരിടാനാകുമോ എന്ന ചോദ്യത്തിന് അത് പിന്നീട് പാർട്ടി ചർച്ച ചെയ്യുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. വാസ്തവത്തിൽ കെ മുരളീധരൻ കോൺഗ്രസിന്റെ ഒരു പ്രധാനപ്പെട്ട നേതാവാണ്. അദ്ദേഹം അങ്ങനെ പൊതുരംഗത്ത് നിന്ന് മാറി നിൽക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. തോൽവിയും ജയവും ഒക്കെ തെരഞ്ഞെടുപ്പിന്റെ ജനാധിപത്യത്തിന്റെ ഭാഗമാണ്. ഞങ്ങൾ പാർട്ടി പറഞ്ഞ എല്ലായ്പ്പോഴും പാർട്ടി നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ അനുസരിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം. ഞാനും ഉമ്മൻചാണ്ടിയും കൂടാണ് അദ്ദേഹത്തോട് തൃശൂരിലെ കെ മുരളീധരന്റെ സ്ഥാനാർത്ഥിത്വം UDF-ന് കേരളത്തിലാകെ ഗുണം ചെയ്തെന്ന് ഷാഫി പറമ്പിൽ. പാർട്ടി തീരുമാനം അംഗീകരിച്ചാണ് മുരളീധരൻ തൃശൂരിലേക്ക് പോയത്. 19 മണ്ഡലങ്ങളിലും കെ മുരളീധരന്റെ ആർജവം ഗുണമുണ്ടാക്കിയെന്ന് ഷാഫി പറഞ്ഞു. അദ്ദേഹം ഒരു പാർട്ടി തീരുമാനത്തെ അംഗീകരിച്ചു. അദ്ദേഹം അവിടെ പരാജയപ്പെട്ടെങ്കിൽ പോലും തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള വടകര ഉൾപ്പെടെയുള്ള ബാക്കി 19 മണ്ഡലങ്ങളിലും കെ മുരളീധരൻ എന്ന നേതാവിന്റെ ആർജവത്തോടെയുള്ള തീരുമാനത്തിന്റെ ഗുണം ഞങ്ങൾക്ക് എല്ലാവർക്കും ലഭിച്ചിട്ടുണ്ട്. കെ മുരളീധരന്റെ പരാതികൾ കേൾക്കാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറാകണമെന്ന് ശശി തരൂർ. മുരളീധരൻ മാറി നിൽക്കേണ്ട ആളല്ലെന്നും തരൂർ പറഞ്ഞു. അദ്ദേഹം എൻ്റെ അഭിപ്രായത്തിൽ നല്ലൊരു മുതിർന്ന നേതാവാണെന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ അനുഭവവും കുറേ വർഷങ്ങളായിട്ട് നമ്മുടെ നേതൃത്വത്തിൽ ഒരു അത്യാവശ്യ അംഗമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അദ്ദേഹം മാറി നിൽക്കാൻ ഒരു ആവശ്യം ഞാൻ തോന്നുന്നു. നോക്കൂ, എല്ലാ തെരഞ്ഞെടുപ്പിലും സ്വാഭാവികമായിട്ട് ചില പ്രശ്നങ്ങളുണ്ടാവും. ആരും പറയുന്നില്ല ഈ ജനാധിപത്യത്തിൽ ഏത് പാർട്ടിയും 100% പെർഫെക്റ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നു. ചില വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് പറയാനുള്ളതും കേൾക്കണം നമ്മൾ നേതാവ്. അതിനെക്കുറിച്ച് സംശയമില്ല. പക്ഷേ മാറി നിൽക്കണതിൻ്റെ ആവശ്യമൊന്നുമില്ല. എല്ലാ ഇലക്ഷനിലും ചിലർക്കും വിജയം ചിലർക്ക് പരാജയം ഉണ്ടാവുമല്ലോ. എന്ത് പറ്റി തൃശ്ശൂരെന്ന് ആൾക്കാർ പഠിക്കും, സംശയമില്ല, പഠിച്ച് മനസ്സിലാക്കണം. അദ്ദേഹത്തോട് നേരിട്ട് സംസാരിക്കട്ടെ എന്നിട്ട് പറയാം. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ അദ്ദേഹത്തിന് പരാതികൾ ഉണ്ടെങ്കിൽ അത് കേൾക്കാൻ തയ്യാറായിരിക്കണം നമ്മുടെ നേതൃത്വം. പക്ഷേ ഈ സമയത്ത് അദ്ദേഹത്തിന്റെ ഒരു കോൺട്രിബ്യൂഷൻ നമ്മുടെ പാർട്ടിക്ക് എൻ്റെ അഭിപ്രായത്തിൽ അത്യാവശ്യമാണ്.
തൃശൂരിലെ പരാജയത്തിൽ DCC പ്രസിഡന്റ് രാജിവെക്കണമെന്ന യൂത്ത് കോൺഗ്രസ് പ്രാദേശിക നേതൃത്വത്തിന്റെ അഭിപ്രായത്തോട് യോജിക്കാതെ PC വിശ്വനാഥ് MLA പരാജയ കാരണം പരിശോധിച്ച് പാർട്ടി തുടർ നടപടി സ്വീകരിക്കും. വിവാദം ഉണ്ടാക്കുകയല്ല. തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും വിജയിക്കേണ്ട പ്രവർത്തനമാണ് ഇപ്പോൾ നടത്തേണ്ടത്. മുരളീധരൻ പൊതുപ്രവർത്തനത്തിൽ തുടരണമെന്നും മുരളീധരനെ മതേതര കേരളത്തിന് ആവശ്യമുണ്ടെന്നും വിശ്വനാഥ് പറഞ്ഞു. തൃശൂരിലെ പരാജയത്തെ പാർട്ടി ഗൗരവമായിട്ട് തന്നെയാണ് കാണുന്നത്. കോൺഗ്രസ് പാർട്ടി അത് സംബന്ധിച്ച് വളരെ ആഴത്തിലുള്ള വിശകലനവും പഠനവും നടത്തും. സംഘടനാപരമായി ഈ കാര്യം പരിശോധിച്ച് വേണ്ട നടപടികളും എടുക്കും. അതിൽ നിന്നും പിന്തിരിയണമെന്നാണ് ഞങ്ങൾ അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സേവനം കോൺഗ്രസ് പാർട്ടിക്ക്, സെക്യുലർ കേരളത്തിന് ആവശ്യമാണ്. മുരളീധരന് താൻ മുന്നറിയിപ്പ് നൽകിയതാണെന്ന് പത്മജ വേണുഗോപാൽ. മാന്യമായ തോൽവിയല്ല മുരളിക്കുണ്ടായത്. ആരാണ് അദ്ദേഹത്തെ കുഴിയിൽ ചാടിച്ചതെന്ന് DCCയുടെ മതിലിൽ എഴുതിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ വർഗീയത പറയുന്നത് കോൺഗ്രസ് ആണ്. തൃശൂരിൽ ജയിച്ചാൽ എവിടെയും ജയിക്കാമെന്ന് പിതാവ് പറഞ്ഞിട്ടുണ്ടെന്നും പത്മജ പറഞ്ഞു. അദ്ദേഹം KPC പ്രസിഡന്റായിരുന്ന ആളാണ്, എല്ലാ ഇതിലും ഇരുന്ന ആളാണ്. പിന്നെ അദ്ദേഹത്തിനൊരു വേദന ഉണ്ടാവും. സ്വന്തം നാട്ടിൽ വന്നിട്ട് തോൽപ്പിക്കുക എന്ന് വെച്ചാൽ ഒരു മാന്യമായിട്ട് തോൽപ്പിക്കണ്ടേ. ഇതെന്തൊരു തോൽപ്പിക്കടെ മൂന്നാമത്തെ ഇലയ്ക്ക് ഇട്ടതാണ്. ഞാൻ അദ്ദേഹത്തിനോട്, ഞാൻ ഈ പ്രസ്ഥാനത്ത് പോകുന്നതിന് മുമ്പ് അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞതാണ് 2 ദിവസം മുമ്പ്. അന്ന് സഹോദരൻ പറഞ്ഞത് ശരിയാണ്, ഞങ്ങൾ സംസാരിക്കുമായിരുന്നു ഇടയ്ക്ക്. ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് ഒരു കാരണവശാലും ഇങ്ങോട്ട് വരല്ലേ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞത് എന്താ അറിയാം, പറഞ്ഞ വാക്ക് അദ്ദേഹത്തിനോട് പോയി ചോദിച്ചോളൂ. നമ്മുടെ അച്ഛനും അമ്മയും അവിടെ കിടക്കുന്നുണ്ട്, ആ അച്ഛനമ്മേനും കൂടി ഇവിടുന്ന് എടുത്തുകൊണ്ട് പോയാലോ ഞാൻ എന്ന് ആലോചിക്കണു എന്ന് പറഞ്ഞ ആൾ തൃശ്ശൂർ അദ്ദേഹത്തിന് ആരാണ് കുഴിയിൽ കൊണ്ട് ചാടിച്ചതെന്ന് അദ്ദേഹമാണ് പറയേണ്ടത്, ഞാനല്ല. കാരണം അത് കണ്ട് ഞാൻ സംസാരിച്ചിട്ടില്ല. എൻ്റെ പിതാവ് പണ്ട് പറയാറുണ്ട്, തൃശ്ശൂർ രാഷ്ട്രീയം പഠിച്ചോ, ലോകത്ത് എവിടെ പോയിട്ടും രാഷ്ട്രീയം കളിക്കാൻ. ഇവിടുത്തെ ജനങ്ങൾ ബുദ്ധിയില്ലാത്തവരൊന്നുമല്ല, നല്ല ബുദ്ധിയുള്ളവരാണ്. വർഗീയത വടകരയിലെ ഏഷ്യയിലെന്ന് ഷാഫി പറമ്പിൽ. വടകരയിലെ മതേതര മനസ്സാണ് ഭൂരിപക്ഷത്തിൽ പ്രതിഫലിച്ചത്. പോലീസ് നിറവേറ്റേണ്ടത് നിറവേറ്റണം. വർഗീയത ഇളക്കിവിട്ടവരെ കണ്ടെത്തണമെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. ഞങ്ങളുടെ ജയം തന്നെയാണ് അതിനുള്ള ഏറ്റവും വലിയ മറുപടി. വടകരയുടെ രാഷ്ട്രീയ വിജയമെന്നാണ് ഇന്നലെ ആ ജയത്തെ ഞങ്ങൾ വിശേഷിപ്പിച്ചത്. വർഗീയത പറയാനും പ്രചരിപ്പിക്കാനും ഭിന്നിപ്പിക്കാനും ഒക്കെ ശ്രമം നടന്നെങ്കിലും അതൊന്നും വടകരയിൽ ഏശിയിട്ടില്ല എന്നുള്ളതും, വടകരയുടെ മതേതര മനസ്സ്, അവരുടെ രാഷ്ട്രീയ പ്രബുദ്ധത വലിയ ഭൂരിപക്ഷത്തിൽ, ഒരു UDF സ്ഥാനാർത്ഥിക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ അവിടുന്ന് ഞങ്ങളെ തിരഞ്ഞെടുക്കുമ്പോൾ അത് തന്നെയാണ് അത്തരം പ്രചരണങ്ങൾക്കുള്ള ഏറ്റവും വലിയ മറുപടി. അതിൽ കൂടുതലൊരു മറുപടി ഇനി അത്തരം കാര്യങ്ങൾക്ക് പറയേണ്ടതായിട്ടില്ല. പിന്നെ അതിൽ പോലീസിന് ചില ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാനുണ്ട്. അത് പോലീസ് നിറവേറ്റാതിരിക്കുന്നത് ശരിയല്ല. ആ വിഭാഗീയ ശ്രമങ്ങൾ നടത്തിയത് ആരാണെന്ന് കണ്ടെത്തേണ്ട പോലീസ് ഒരു പക്ഷേ പാർട്ടി താല്പര്യം സംരക്ഷിക്കാനെന്നോണം അക്കാര്യത്തിൽ അവരുടെ മെല്ലപ്പോക്ക് ശരിയല്ല. അത്തരം അവസാനം നടന്ന വ്യാജമായ സ്ക്രീൻഷോട്ട് പ്രചരണങ്ങൾക്ക് ഉൾപ്പെടെ പുറകിൽ ആരാണ് എന്നുള്ളത് ഞങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. അതിന് നിയമപരമായ ഫോളോ അപ്പും ഞങ്ങൾ നടത്തും. തൃശൂരിന് പുറമെ ആലത്തൂർ മണ്ഡലത്തിലെ പരാജയത്തിലും കോൺഗ്രസിൽ പടലപ്പിണക്കം. രമ്യ ഹരിദാസിന് വീഴ്ച പറ്റിയെന്ന പരസ്യ വിമർശനവുമായി പാലക്കാട് DCC പ്രസിഡന്റ് രംഗത്തെത്തി. പരാജയത്തിന്റെ ഉത്തരവാദിത്തം പാർട്ടിക്കല്ല എന്ന് A. തങ്കപ്പൻ പറഞ്ഞു. ഈ കോൺഗ്രസിലെ ജനപ്രതിനിധികൾ ഒരിക്കലും പാർട്ടിയായിട്ട് ബന്ധപ്പെടുവാറില്ല. അവർ സ്വതന്ത്രരാണ്. അവർ ആർക്ക് വേണം എന്തും ചെയ്യുക, എങ്ങനെ വേണമെങ്കിൽ പ്രവർത്തിക്കുക, അതിനൊന്നും കയ്യും കാലം കിട്ടുന്ന കൂട്ടത്തിലല്ല. അപ്പോൾ അത് രമ്യയ്ക്കും ഇതുണ്ടാവുമായിരിക്കാം. പക്ഷേ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇത് ഒരു ജനപ്രതിനിധി പോകാറില്ല കോൺഗ്രസിന്റെ. പക്ഷേ ആ കുട്ടി നല്ല സ്ഥാനാർത്ഥിയാണ്. ഈ 3 സ്ഥാനാർത്ഥികളിൽ വെച്ച് ഒരു കാര്യം, ഒരു സ്ഥാനാർത്ഥി എന്നുള്ളത് മാറ്റി നിർത്താൻ നല്ല കാൻഡിഡേറ്റ് ആണ്. പക്ഷെ ആ പാർട്ടി വേദിയിൽ പറയേണ്ടത് പുറത്തു പറയുന്നത് ശരിയല്ലെന്ന് രമ്യ ഹരിദാസ് തിരിച്ചടിച്ചു. ആലത്തൂർ മണ്ഡലത്തിൽ തന്നെ പ്രവർത്തിക്കും. ആലത്തൂർ മണ്ഡലത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാനായി എന്നും തോൽവിയുടെ കാരണം പാർട്ടി അന്വേഷിക്കുമെന്നും രമ്യ ഹരിദാസ്. ഞാനൊരു അച്ചടക്കമുള്ള ഒരു പാർട്ടി പ്രവർത്തകൻ. കേരളത്തിൽ UDFിനുണ്ടായ വൻ വിജയത്തിന് വഴിയൊരുക്കിയത് ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം. തൃശൂർ ഒഴിച്ചു നിർത്തിയാൽ മുസ്ലിം ക്രിസ്ത്യൻ വോട്ടുകളിൽ ബഹുഭൂരിപക്ഷവും പെട്ടിയിലാക്കാൻ UDFിനായി. ലീഗ് കോട്ടകളും ഭദ്രമായി നിലകൊണ്ടു. മധ്യകേരളത്തിൽ നിർണായകമായ ക്രൈസ്തവ വോട്ടുകളും UDFിന്റെ തിളക്കമേറിയ വിജയത്തിൽ നിർണായകമായി. 10 വർഷമായി കൈവിട്ടുപോയിരുന്ന ലക്ഷദ്വീപ് തിരിച്ചുപിടിക്കാനായതും കോൺഗ്രസിന് വലിയ നേട്ടമാണെന്നാണ് വിലയിരുത്തൽ. ഇളക്കമില്ലാതെ ലീഗ് കോട്ടകൾ, നെടും തൂണായി മധ്യകേരളത്തിലെ ക്രിസ്ത്യൻ സ്വാധീന മേഖലകൾ. UDF നേടിയ വമ്പൻ വിജയത്തിൽ നിർണായകമായത് ന്യൂനപക്ഷ വോട്ടുകളാണ്. ആലപ്പുഴ, കോട്ടയം മണ്ഡലങ്ങൾ കൂടി തിരിച്ചുപിടിച്ചതോടെ മധ്യകേരളം UDF കോട്ടയെന്ന് ഉറപ്പിച്ചു.
എറണാകുളം, ചാലക്കുടി, ഇടുക്കി മണ്ഡലങ്ങൾ വൻ ഭൂരിപക്ഷത്തോടെ നിലനിർത്താനായതും മുന്നണിക്ക് അഭിമാനാർഹമായ നേട്ടമാണ്. കാസർകോടും കണ്ണൂരും വയനാടും വടകരയിലുമൊക്കെ നിർണായകമായ മുസ്ലിം വോട്ടുകൾ ചേർത്തു നിർത്താൻ UDF-നായി. ന്യൂനപക്ഷ വോട്ടുകളിൽ വലിയ രീതിയിലുണ്ടായ ഏകീകരണമാണ് 2019 വലിയ വിജയം ആവർത്തിക്കാൻ UDF-ന് സഹായകമായത്. സംസ്ഥയുടെ 5ാം ഘട്ട ലീഗ് വോട്ടുകളിൽ ചോർച്ചയുണ്ടാകുമോ എന്ന ആശങ്ക അസ്ഥാനത്തായി. മലപ്പുറത്തും പൊന്നാനിയിലും ഭൂരിപക്ഷം ഗണ്യമായി ഉയർത്തിയാണ് ലീഗ് നേതാക്കൾ കോട്ട കാത്തത്. സമസ്ത തെരഞ്ഞെടുപ്പിൽ ഇടപെട്ടിട്ടില്ലെന്നാണ് സെക്രട്ടറി ഉമർ ഫൈസി മുക്കത്തിന്റെ പ്രതികരണം. ആർക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല. ഇന്ത്യ മുന്നണി ജയിക്കണമെന്നാണ് പറഞ്ഞത്. ലീഗുമായുള്ള തർക്കങ്ങൾ പരിഹരിക്കാൻ ചർച്ചകൾ തുടങ്ങിയിട്ടുണ്ടെന്നും ഉമർ ഫൈസി മുക്കം പറഞ്ഞു. സമസ്തയിനങ്ങനെ ഇടപെട്ടില്ലല്ലോ, രാഷ്ട്രീയത്തിലൊന്നും ഇടപെട്ടില്ല. രാഷ്ട്രീയ പണിയല്ല, തെരഞ്ഞെടുപ്പ് പ്രത്യേകം ഇടപെട്ടിട്ടൊന്നുമില്ല. ആർക്ക് വോട്ട് ചെയ്താലും സമാനം പറഞ്ഞിട്ടുണ്ട്. ഇടതും വലുതും ഒക്കെ ഇന്ത്യ മുന്നണിയുടെ ഭാഗങ്ങളായതുകൊണ്ട് പിന്നെ അതിൽ ആർക്ക് വോട്ട് ചെയ്താലും അവിടെ നമുക്ക് മോഡി നടക്കണം, അതാണ് വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ട്. വേറൊന്നും പറഞ്ഞില്ല. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെയുള്ള അതിശക്തമായ വികാരമാണ് മധ്യകേരളത്തിൽ കണ്ടത്. തെക്കൻ കേരളത്തിലും സ്ഥിതി വ്യത്യസ്തമായിരുന്നില്ല. പത്തനംതിട്ടയിൽ ആന്റണിയുടെ ഭൂരിപക്ഷം ഉയർത്താൻ സഹായിച്ചതും ക്രിസ്ത്യൻ മേഖലകളുടെ പിന്തുണ മൂലമാണ്. ആലപ്പുഴയിൽ AM ആരിഫിന് വീണിരുന്ന മുസ്ലിം വോട്ടുകളിൽ നല്ലൊരു ഭാഗം ഇക്കുറി തിരിച്ചുപിടിക്കാൻ KC വേണുഗോപാലിനായി. തിരുവനന്തപുരത്ത് ശശി തരൂരിന് ഇത്തവണയും ഏറ്റവും കരുത്തായത് തീരമേഖലയിലെ ന്യൂനപക്ഷ വോട്ടുകൾ തന്നെ. അതേസമയം തൃശൂരിലെ പരാജയം UDF-നെ ഇരുത്തി ചിന്തിപ്പിക്കും. തൃശൂരിൽ ക്രിസ്ത്യൻ വോട്ടുകളിൽ നല്ലൊരു ഭാഗം ഇതാദ്യമായി BJP-യുടെ പെട്ടിയിൽ വീണെന്നാണ് തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക്, News 18. തണലാകാൻ നമുക്കെന്ന പരിസ്ഥിതി സൗഹാർദ്ദ പദ്ധതിക്ക് തുടക്കം കുറിച്ച് കല്യാൺ സിൽക്സ്. പദ്ധതിയിലൂടെ 1 ലക്ഷം വൃക്ഷത്തൈകളാണ് ഉപഭോക്താക്കൾക്ക് സമ്മാനമായി നൽകാൻ കല്യാൺ സിൽക്സ് ലക്ഷ്യമിടുന്നത്. കല്യാൺ സിൽക്സിന്റെ തൃശൂർ പാലസ് റോഡ് ഷോറൂമിൽ നടന്ന ചടങ്ങിൽ മന്ത്രി K. രാജൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. തൃശൂർ മേയർ MK വർഗീസ്, കല്യാൺ സിൽക്സ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ TS പട്ടാഭിരാമൻ, എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ പ്രകാശ് പട്ടാഭിരാമൻ, മഹേഷ് പട്ടാഭിരാമൻ, KMP കൺസ്ട്രക്ഷൻ മാനേജിംഗ് ഡയറക്ടർ KM പരമേശ്വരൻ എന്നിവർ പങ്കെടുത്തു. നോക്കാം സ്വർണം വെള്ളി നിരക്ക്. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6645 രൂപ, പവന് 53,160. 18 ക്യാരറ്റ് ഗ്രാമിന് 5540, പവന് 44,320 രൂപ. വെള്ളി ഗ്രാമിന് 95 രൂപ, കിലോയ്ക്ക് 95,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. പൂർണ്ണമാകുന്ന വാർത്താ ബുള്ളറ്റിൻ. നമസ്കാരം.